വെൽക്കം ഓൾ ടു ഡേ 3 ഓഫ് പ്രസീൻ ഡിസ്കഷൻ. നമ്മുടെ അവസാനത്തെ ദിവസമാണ് പ്രസീൻ ഡിസ്കഷനെ ബേസ് ചെയ്തിട്ടുള്ള. ഓക്കെ, ഒരു 15 പേജസ് കൂടെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് ജംപ് ഇൻ സ്ട്രേറ്റ്. നമ്മൾ ഇന്നലെ 22 പേജസ് ആണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിലെ ലാസ്റ്റ് ഏരിയസിലേക്ക് പോവാണ്. നമ്മുടെ കമ്പനി മെർസ എന്ന കമ്പനിയുടെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. വെരി ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. ഓക്കെ, സോ കോണ്ടന്റ് പ്രൊഡക്ഷൻ സ്റ്റാഫ്. Staffing of magazine varies depending on factors such as subject matter and frequency. നമുക്കറിയാം മാഗസിൻസ്, മോസ്റ്റ് മാഗസിൻസ് മന്ത്ലി ആണ് അല്ലെ, ചിലത് വീക്ക്ലിയും ചിലത് ക്വാർട്ടർലി ആണ്. ഓൾ മാഗസിൻസ് എംപ്ലോയ് 1 or more in-house authors. അപ്പൊ 300+ മാഗസിൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഏറ്റവും മിനിമം 300 in-house authors നമുക്കുണ്ട് അല്ലെ. അതിൽ കൂടിയാലേ ഉള്ളൂ. Who will write some of the content required? Most magazines also use freelance authors. ഫ്രീലാൻസ് ഓതേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ദേ പ്രൊവൈഡ് എക്സ്പേർട്ട് കോണ്ടന്റ് വേർ മെർസ ഈസ് ലാക്കിംഗ് ഇൻ ഹൗസ് എക്സ്പെർട്ടൈസ് ആൻഡ് ദേ ആർ പെയ്ഡ് അറ്റ് ഹൈ റേറ്റ്സ് ഓർ ദേ കുഡ് ബി യൂസ്ഡ് ആസ് കവർ ഇഫ് എംപ്ലോയി ഓതേഴ്സ് ആർ നോട്ട് അവൈലബിൾ ടു ദ വർക്ക്. ഏതെങ്കിലും ഒരു ഇൻ ഹൗസ് ഓതേഴ്സ് ഒക്കെ ലീവ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ബാക്കപ്പ് പ്ലാൻ പോലെ ഒരു കവർ ആയിട്ടാണ് നമ്മൾ ഫ്രീലാൻസ് ഓതേഴ്സിനെ യൂസ് ചെയ്യുന്നത്. പേപ്പർ ആൻഡ് പ്രിന്റിംഗ്. മെർസ സോഴ്സസ് പേപ്പർ ഫ്രം സെവറൽ പേപ്പർ സപ്ലയേഴ്സ്. ഇപ്പൊ നമ്മൾ പേപ്പർ മേടിക്കുന്നത് ഒരു സിംഗിൾ സപ്ലയറുടെ കയ്യിൽ നിന്നല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം ബാർഗെയിനിങ് പവർ ഓഫ് പേപ്പർ സപ്ലയേഴ്സ് ആർ ലോ അല്ലെ. കാരണം ഒരു പേപ്പർ സപ്ലയർ നമ്മൾക്ക് പേപ്പർ തരുന്നില്ല, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ ഒരു പേപ്പർ ഷോർട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഓൾട്ടർനേറ്റ് സപ്ലയേഴ്സിലേക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോ ആ രീതിയിൽ ബാർഗെയിനിങ് പവർ ലോ ആണെന്ന രീതിയിൽ പറയാം. പിന്നെ ആൻഡ് സ്റ്റേറ്റ്സ് പബ്ലിക്കലി ദാറ്റ് ഇറ്റ്സ് പേപ്പർ സപ്ലൈസ് ഒബ്ടെയിൻ ദെയർ റോ മെറ്റീരിയൽ സപ്ലൈസ് ഫ്രം സസ്റ്റൈനബിൾ സോഴ്സസ്. പബ്ലിക് ആയിട്ട് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സപ്ലൈസ് ഒക്കെ സസ്റ്റൈനബിൾ സോഴ്സസ്. ഇന്നലെ ഞാൻ ഒരു ACCയുടെ സർട്ടിഫിക്കറ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ സസ്റ്റൈനബിൾ സോഴ്സസിൽ നിന്നാണ് ഈ റോ മെറ്റീരിയൽ സപ്ലൈസ് ഒക്കെ എടുക്കുന്നത്. സി, ഇപ്പൊ നമ്മൾ പബ്ലിക്കലി സ്റ്റേറ്റ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമല്ല, നമ്മുടെ സപ്ലൈസ് ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ ഡൂൾസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത സമയത്ത് നമ്മുടെ സപ്ലൈസിന്റെ സൈഡിൽ നിന്നാണ് നമ്മൾ ചോക്ലേറ്റ് കൊക്കോ ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചോക്ലേറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൊക്കോ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സപ്ലൈസ് ആണ്. ഈ സപ്ലൈസ് കൊക്കോ കളക്ട് ചെയ്യുന്നത് ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നാണ്. അവിടെ അവർ വളരെ എത്തിക്കലി ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എത്തിക്കൽ സോഴ്സിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മിഷൻ സ്റ്റേറ്റ്മെന്റിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എക്സാം സിനാരിയോയിൽ തന്നത് ആ ഫാമേഴ്സ് ചൈൽഡ് ലേബർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പൊ എത്തിക്കൽ സോഴ്സിങ് അല്ലായിരുന്നു അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ പബ്ലിക്കലി സ്റ്റേറ്റ് ചെയ്യാണ് നമ്മുടെ സപ്ലൈസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പേപ്പർ മേടിക്കുന്നുണ്ടല്ലോ, ആ റോ മെറ്റീരിയൽ സപ്ലൈസ് ഒക്കെ സസ്റ്റൈനബിൾ സോഴ്സസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പബ്ലിക്കലി സ്റ്റേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക സപ്ലൈസിന്റെ കാര്യം 100% നമ്മുടെ കൺട്രോളിലൊന്നും അല്ല. അവിടെ ഒരു ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടാവാം. മേ ബി സസ്റ്റൈനബിൾ സോഴ്സസിൽ നിന്നൊന്നും ആയിരിക്കില്ല എല്ലാ തവണയും ഈ പേപ്പർ സപ്ലൈസ് നമുക്ക് റോ മെറ്റീരിയൽ കൊണ്ട് തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സിനാരിയോ ഡൂൾസിന്റെ ക്വസ്റ്റ്യനിലൊക്കെ ഇതേപോലെ തന്നെ വളരെ മിനിമൽ ആയിട്ട് പ്രസീനിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ട് എക്സാം സിനാരിയോയിൽ അതിനെപ്പറ്റി ഒരു 20 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതേപോലെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനാരിയോ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി മെർസ ഡസ് ഇറ്റ് പ്രിന്റിംഗ് ഇൻ ഹൗസ് അൺലൈക്ക് മോസ്റ്റ് പബ്ലിഷേഴ്സ് ഇൻ ഡാർലാൻഡ് വിച്ച് ഔട്ട്സോഴ്സ് ദെയർ പ്രിന്റിംഗ്. അല്ലെ, ഇവിടെ നമുക്ക് പ്യുവർലി ഒരു ഓപ്പറേഷണൽ കൺട്രോൾ ഉണ്ട്. ബിക്കോസ് വി ഹാവ് അവർ ഓൺ പ്രിന്റർ ഇൻ ഹൗസിൽ നമുക്ക് തന്നെ അല്ലെ പ്രിന്റർ ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ പബ്ലിഷേഴ്സും ഔട്ട്സോഴ്സ് ചെയ്യാണ്. അപ്പൊ അവര് വേറെ സപ്ലയേഴ്സ് വേറെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകളൊന്നും ആ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടത്തി വെച്ചിട്ടില്ല. ഇനി ഡിസ്ട്രിബ്യൂഷൻ. മെർസ ട്രാൻസ്പോർട്ട്സ് ഇറ്റ് മാഗസിൻസ് ഫ്രം ഇറ്റ്സ് പ്രിന്റിംഗ് ലൊക്കേഷൻ ടു ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ഹബ് ലൊക്കേറ്റഡ് ഇൻ സെന്റർ ഓഫ് ഡാർലാൻഡ്. ഡാർലാൻഡ് എന്ന കൺട്രിയുടെ അല്ലെ ഏകദേശം സെന്ററിലാണ് നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ഹബ് ഉള്ളത്. ഇവിടെ നിന്ന് ഇൻഡിവിജ്വൽ സബ്സ്ക്രൈബേഴ്സിലേക്ക് പോസ്റ്റൽ സർവീസ് ത്രൂവും അതേപോലെ റീറ്റെയിലേഴ്സിലേക്ക് നമ്മൾ വെഹിക്കിളിൽ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോ പോസ്റ്റൽ സർവീസ് എന്നത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ജസ്റ്റ് പോസ്റ്റൽ സർവീസിൽ റിലൈ ചെയ്താൽ മതി. കാരണം ഒരു മാഗസിന്റെ വെയിറ്റ് ഒക്കെ പോസ്റ്റൽ സർവീസിൽ ഒരു എന്താ പറയാ ഡെലിവറിക്ക് പോകുന്ന സമയത്ത് ആ രീതിയിലൊക്കെ പോയിക്കോളും. പക്ഷെ റീറ്റെയിലേഴ്സിന് നമ്മൾ ചിലപ്പോൾ ഒരു 100 മാഗസിൻ അല്ലെങ്കിൽ 500 മാഗസിൻ ഒക്കെ ഒന്നിച്ചായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അത് പോസ്റ്റൽ സർവീസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, നമ്മൾ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഹൈബ്രിഡ് ഓതർ മോഡൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇത് എന്താ ഇൻഹൗസ് ഓതേഴ്സും ഫ്രീലാൻസ് ഓതേഴ്സും ഉള്ളത് കൊണ്ട് ഇൻഡസ്ട്രിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എല്ലാ മാഗസിനും ഇൻഹൗസ് ഓതേഴ്സ് ഒന്നിലധികമോ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത്
ആ രീതിയിൽ ഒരു അഷുറൻസ് ആണ്, ഓപ്പറേഷണൽ കൺട്രോൾ കുറെ കൂടി ഉണ്ട്. എന്നാൽ ഒരു ബാക്കപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീലാൻസ് ഓതേഴ്സിനെ ഉപയോഗിക്കാം. ഹവർ എക്സ്പേർട്സ് ആയിട്ടുള്ള ഫ്രീലാൻസ് ഓതേഴ്സിനെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ഹയർ കോസ്റ്റ് കൊടുക്കേണ്ടി വരും. സസ്റ്റൈനബിൾ സോഴ്സിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്, നമ്മളല്ല നമ്മളെ സപ്ലയേഴ്സ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പബ്ലിക്കലി സ്റ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ESG പൊസിഷനിങ്ങും സസ്റ്റൈനബിലിറ്റി റെപ്യൂട്ടേഷനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. തേർഡ് വൺ, ഇൻ ഹൗസ് പ്രിന്റിംഗ്. നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേഷണൽ കൺട്രോൾ ആണ്. ഓക്കെ, ഹൈ വോളിയൂംസ് ഒന്നിച്ച് പ്രിന്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇക്കണോമീസ് ഓഫ് സ്കെയിൽ അച്ചീവ് ചെയ്യാം, ഒരു മാർജിൻ ബെനിഫിറ്റ് കിട്ടും, കോസ്റ്റ് എഫിഷ്യൻസി അച്ചീവ് ചെയ്യും, നമ്മുടെ പ്രോഫിറ്റ് മാർജിൻസ് ഒക്കെ കൂട്ടാൻ കഴിയും. ഹവർ നമ്മളെ സംബന്ധിച്ച് സ്ട്രക്ചറൽ ഡിക്ലൈൻ മാർക്കറ്റിൽ നടക്കുകയാണ്. പ്രിന്റിങ്ങിന്റെ ഒരു സ്ട്രക്ചറൽ ഡിക്ലൈൻ ആണ് നടക്കുന്നത്. ഇപ്പൊ ഗോയിങ് ഫോർവേഡ് ഈ പ്രിന്റർ ഒന്നും അതേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റണമെന്നില്ല. സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ ഹബ്, ഒരു സിംഗിൾ വെയർ ഹൗസിലാണ് നമ്മൾ എല്ലാ പ്രൊഡക്ഷൻ നടത്തി എല്ലാ മാഗസിൻസും സ്റ്റോർ ചെയ്യുന്നതും അവിടുന്ന് പിന്നീട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ ഒരു സെൻട്രൽ ഹബ് ഉള്ള സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ആ ഹബിന് എന്തെങ്കിലും, സേ ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റപ്ഷൻ, ഒരു ഫയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ഓപ്പറേഷൻസ് അവിടെ സ്റ്റോപ്പ് ആവും എന്നുള്ളതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ നമ്മുടെ ജോഗ്രഫിക്കലി എല്ലാ ഭാഗത്തും കസ്റ്റമേഴ്സ് ഉള്ള സമയത്ത് സെൻട്രലിൽ ഡിസ്ട്രിബ്യൂഷൻ ഹബ് ഉള്ളത് നമുക്ക് ഡെലിവറി ചെയ്യാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണ്. പോസ്റ്റൽ സർവീസ് ഡിപ്പെൻഡൻസി, പോസ്റ്റൽ സർവീസിലൂടെയാണ് ഇൻഡിവിജ്വൽ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തേക്ക് നമ്മൾ മാഗസിൻ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ലെങ്കിൽ മനസ്സിലാക്കുക, പോസ്റ്റൽ സർവീസ് എന്നുള്ളതും നമ്മുടെ കൺട്രോളുള്ള കാര്യമല്ല, ഒരു തേർഡ് പാർട്ടിയാണ്, ചിലപ്പോൾ ഗവൺമെന്റ് ആയിരിക്കും നടത്തുന്നുണ്ടാവും പോസ്റ്റൽ സർവീസ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഡിപ്പെൻഡൻസി റിസ്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത IT സിസ്റ്റം. മെർസെ ഹാസ് പെയ്ഡ് ഫോർ ദ യൂസ് ഓഫ് സെയിം ഡിജിറ്റൽ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിനാരിയോ ആണിത്. എന്താണ്, ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷമാണെന്ന് പറയുന്നില്ല, എന്നാലും കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഒരേ ഡിജിറ്റൽ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോം ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം, ഹാർഡ്ലി ഒരു 10 വർഷമേ ആയിട്ടുണ്ടാവുള്ളൂ ഒരു ആപ്പ് ബേസ്ഡ് ആയിട്ട് ന്യൂസ് പേപ്പർ ഒക്കെ നമ്മൾ വായിക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, ദിസ് പ്ലാറ്റ്ഫോം ഓഫേഴ്സ് കസ്റ്റമൈസേഷൻ ഓഫ് പ്രിന്റ് ബേസ്ഡ് മാഗസിൻ കണ്ടന്റ് ഫോർ പബ്ലിക്കേഷൻ ഓൺ മെർസേസ് വെബ്സൈറ്റ്. ഇൻകോർപ്പറേഷൻ ഓഫ് ഇമേജസ് എന്ന് മാത്രം പറഞ്ഞ് നിർത്തുകയാണ്, അല്ലാതെ ഇമേജസിന്റെ കൂടെ വീഡിയോസോ മ്യൂസിക്കോ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു സിനാരിയോ നമുക്ക് പറയുന്നില്ല. മേ ബി നമ്മുടെ ഡിജിറ്റൽ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോം ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ടാവാം, എന്താണ്, വളരെ മിനിമൽ ഫംഗ്ഷനാലിറ്റിയെ പറയുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ ഡിജിറ്റൽ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോമിൽ എന്തിനൊക്കെ പറ്റുന്നുള്ളൂ, ജസ്റ്റ് എന്താണോ പ്രിന്റ് ചെയ്ത കോണ്ടന്റ്, ആ കോണ്ടന്റ് ഡിജിറ്റലി പബ്ലിഷ് ചെയ്യുന്നു. പിന്നെ എന്തെങ്കിലും ഇമേജസ് ഉണ്ടെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ഒരു മൾട്ടിമീഡിയ, മ്യൂസിക് ഇന്റഗ്രേഷനോ വീഡിയോ ഇന്റഗ്രേഷനോ മറ്റ് ഗ്രാഫിക്കൽ അല്ലെ ഇന്റഗ്രേഷൻസിനൊന്നും സാധ്യത ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ആൻഡ് സം ഡേറ്റ അനലിറ്റിക് ഫെസിലിറ്റീസ്, ഡേറ്റ അനലിറ്റിക്സ് ഉണ്ട്, പക്ഷെ സം ഡേറ്റ അനലിറ്റിക്സ്, ഈ സം എന്ന് പറയുന്നതിന് ഭയങ്കര സബ്ജക്റ്റീവാ. കുറച്ച് ഡാറ്റ അനലിറ്റിക്സ് ഒക്കെ നടക്കും, അങ്ങനെ കുറച്ച് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ഡേറ്റ അനലിറ്റിക്സിനെ പറ്റിയിട്ട് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ മനസ്സിലാക്കുക, ഡേറ്റ അനലിറ്റിക്സ് എന്ന ഒരു സബ്ജക്ട് വരികയും ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഹാർഡ്ലി ഒരു 7-8 വർഷമായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ മേ ബി 8 വർഷം എന്ന് പറഞ്ഞാൽ അപ്പോഴും ഇതിന്റെ ബിഗിനിങ് ആണ്. ഓക്കെ, ഒരു 4-5 വർഷം മുന്നേ ആയിരുന്നു നമ്മളൊരു ഡിജിറ്റൽ പബ്ലിഷിംഗ്, പോട്ടെ ഒരു 3 ഇയേഴ്സ് മുന്നെയാണ് നമ്മളൊരു പുതിയ ഡിജിറ്റൽ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിട്ടുള്ളത് എന്നാണ് സിനാരിയോ എങ്കിൽ, അപ്പോൾ ഡാറ്റ അനലിറ്റിക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് അന്ന് അവൈലബിൾ ആയിരുന്നേ. എന്നാൽ വി ഹാവ് ബീൻ യൂസിങ് ദിസ് പ്ലാറ്റ്ഫോം ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ലോങ്ങർ പീരീഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അന്ന് ഡേറ്റ അനലിറ്റിക്സിന്റെ ഫെസിലിറ്റീസ് ഒക്കെ ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ അനലിറ്റിക്സ് മാത്രമേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതിനുശേഷമാണല്ലോ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ACC എന്ന സബ്ജക്റ്റില് ഡേറ്റ അനലിറ്റിക്സ് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയത് ഏത് വർഷം മുതലാ? 2019 ഒക്കെ മുതലാണ്. ഓക്കെ, ഇനി മെർസെ സബ്സ്ക്രൈബർ ഡേറ്റാബേസ് is operated in line with data protection regulations. For each subscriber, it records their contact details, the magazines to which they subscribe and payment information. ഇവരുടെ കയ്യിലുള്ള ഡേറ്റ ഇതാണ്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, എന്തൊക്കെ കൈൻഡ് ഓഫ് മാഗസിൻസ് ആണ് ആൾക്കാർ വായിക്കുന്നത് എന്നുള്ളത് അല്ലെ, ആൻഡ് അവരുടെ പേയ്മെന്റ് ഇൻഫർമേഷൻ. ആൻഡ് ദ ബോർഡ് കൺസിഡേഴ്സ് മെർസേസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ടു ബി സഫിഷ്യന്റ് ഫോർ ഇറ്റ്സ് പർപ്പസസ്. ഇന്നലെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ നമ്മുടെ എക്സാം സിനാരിയോ ഒരുപക്ഷെ ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനെ ബേസ് ചെയ്തുകൊണ്ടാവാം എന്നുള്ളതിന്റെ ഒക്കെ ഒരു പ്യൂർ ഇൻഡിക്കേഷൻ ആണ്. മേ ബി എക്സാമിന് തരുന്ന ഒരു ടാസ്ക്, ദിസ് ടാസ്ക് കുഡ് ബി അബൌട്ട് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോർഡ് ആൻഡ് ആൻ എക്സ്റ്റേണൽ കൺസൾട്ടന്റ്. എന്നിട്ട് നമ്മളുടെ റോൾ ഒരു കൺസൾട്ടന്റ് ആയിട്ട് തരികയാണ്, എന്നിട്ട് നമ്മളൊരു കോൺവെർസേഷനിൽ ഏർപ്പെടുകയാണ്. അപ്പൊ ബോർഡ് പറയുകയാണ്, എന്താ, മെർസയുടെ അഡ്മിനിസ്ട്രേഷനും അക്കൗണ്ടിംഗ് സിസ്റ്റം ഒക്കെ മതി,
ഇതൊക്കെ തന്നെ ധാരാളമാണ്. അപ്പൊ കൺസൾട്ടന്റിന്റെ റെസ്പോൺസ് ആണ് അല്ലെ. ഇത്രയും ടെക്നോളജി ഫാസ്റ്റ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഹൗ കുഡ് യു വെൻ സേ ദാറ്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ആർ സഫീഷ്യന്റ്, നമ്മുടെ ഇപ്പോഴത്തെ പർപ്പസിന് സഫീഷ്യന്റ് ആണ്? ഒരിക്കലും സഫീഷ്യന്റ് ആവുന്നില്ല. അതിങ്ങനെ എവർ എന്താ പറയാ ഇവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു മേഖലയാണ് ടെക്നോളജി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോം ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിലും ഇവർക്ക് വേണ്ടത്ര ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ വി ഷുഡ് സ്വിച്ച് ടു എ ന്യൂ സപ്ലയർ. അത് ഒറ്റയടിക്ക് സ്വിച്ച് ചെയ്യുന്നില്ലെങ്കിൽ പാരലൽ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വി ഹാവ് ബിൻ സെവറൽ ഇയേഴ്സ് ആണ്. ഓപ്പറേഷണൽ സ്റ്റെബിലിറ്റി ഒക്കെ ആയിട്ടുണ്ടാവും. അതായത് അത് ഉപയോഗിച്ച് ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച ആളുകൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ അവിടുത്തെ സ്റ്റാഫ് ആര് അത് ഉപയോഗിച്ച് ഡിജിറ്റൽ കോണ്ടന്റ് പബ്ലിഷ് ചെയ്യാനൊക്കെ നല്ല എക്സ്പേർട്സ് ഒക്കെ ആയിട്ടുണ്ടാവും. അതൊക്കെയാണ് അതിന്റെ ഒരു പോസിറ്റീവ്. പക്ഷെ കോമ്പറ്റീറ്റേഴ്സ് വളരെ അഡ്വാൻസ് പ്ലാറ്റ്ഫോം, കുറച്ചുകൂടെ വീഡിയോ കോണ്ടന്റ്, ഒരു ന്യൂസ് പറയുകയാണെങ്കിൽ ആ ന്യൂസിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പോർട്സിൽ ഒരു പെർട്ടിക്കുലർ ടീം വിൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു ഹൈലൈറ്റ്സ് ഒക്കെ കൊടുക്കുന്ന രീതിയിൽ വീഡിയോ കൊണ്ടുവരികയാണെങ്കിൽ അല്ലെ, ഒബ്വിയസ്ലി കോമ്പറ്റീറ്റേഴ്സിന് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടി, ഫംഗ്ഷനാലിറ്റി അഡ്വാൻറ്റേജ്. പിന്നെ അടുത്തത് പ്ലാറ്റ്ഫോം ഓഫ് സം അനലിറ്റിക്സ്. ഹലോ, ഓക്കെ, കൂടെ ലിമിറ്റഡ് അനലിറ്റിക്സ് കപ്പാബിലിറ്റി, പ്ലാറ്റ്ഫോം ഓഫ് സം അനലിറ്റിക്സ്. ഇത് ഈ സം എന്ന് പറയുന്നത് ഇതിനു മുന്നേ ഒരു എക്സാം സിനാരിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. റിസ്ക് മാനേജ്മെന്റിന് തീരെ ഇമ്പോർട്ടൻസ് കാണാത്ത NCCP എന്ന ക്വസ്റ്റ്യനിലായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. എന്താ പറഞ്ഞ എന്തായിരുന്നു, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? NCCPയുടെ ക്വസ്റ്റ്യനിൽ ഈ സം എന്ന് ഉപയോഗിച്ചത് അറ്റ് സം പോയിന്റ് ഇൻ ഫ്യൂച്ചർ റിസ്ക് മാനേജ്മെന്റ് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ ഇരുന്ന ഒരു ഓർഗനൈസേഷനിലേക്ക് പുതിയതായിട്ട് ഒരു CEO വരികയും അയാളുടെ അജണ്ടയിലെ നമ്പർ 1 ഐറ്റം ആയിട്ട് റിസ്ക് മാനേജ്മെന്റ് വളരെ ഹൈ പ്രയോറിറ്റിയിൽ കൊണ്ടുവരികയും ചെയ്തിട്ട് അന്ന് എക്സാം സിനാരിയോയിൽ തന്നതാണ് എന്താ, നമുക്ക് ഇന്ന് ഒരു ദിവസം ഒരു വീക്കെൻഡ് ആണ്, എല്ലാവരും ഫ്രീ ആണ്, എല്ലാവരും ഒന്ന് വന്നിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു ഓൾ ഡേ മീറ്റിംഗ് നടത്തി 150-ലധികം പൊട്ടൻഷ്യൽ റിസ്ക്, ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന റിസ്ക് എല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ട് അന്നത്തെ ദിവസം ഇവര് 2 വീക്സ് ഡെഡ് ലൈൻ ഒക്കെ വെച്ച് നമുക്ക് ഇത് റിസ്ക് എല്ലാവരും സോൾവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഓരോ ഡയറക്ടേഴ്സിനെ റിസ്കിലേക്കൊക്കെ അലോക്കേറ്റ് ചെയ്ത് മാപ്പ് ചെയ്ത് അന്നത്തെ ദിവസം എൻഡ് ചെയ്തു, എല്ലാവരും പോയി അല്ലെ. ആ പോകുന്ന സമയത്ത് പറയാണ് നൗ വി വിൽ ഡിസ്കസ്, അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്ത് അടുത്ത് ഇതേപോലെ ഒരു റിസ്ക് മാനേജ്മെന്റ് മീറ്റിംഗ് വി വിൽ ഡു ദിസ് അറ്റ് സം പോയിന്റ് ഇൻ ഫ്യൂച്ചർ എന്ന് പറയുന്നു. അവിടെയും ആൻസറിൽ നമ്മൾ എടുത്ത് പറഞ്ഞെന്താ, ആ സമ്മിനെ പറ്റിയിട്ടാണ്. സം പോയിന്റ് ഇൻ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഭയങ്കര വേഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. VAGUE, വേഗ് അല്ലെ, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദ പ്ലാറ്റ്ഫോം ഓഫ് സം അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ, വാട്ട് അനലിറ്റിക്സ് എന്നത് അവിടെ മിസ്സിംഗ് ആണ്. സം എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും അനലിറ്റിക്സ് ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോ ഒരു സബ്സ്ക്രിപ്ഷൻ ഡ്രിവൺ മോഡലിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് എന്തായാലും അഡ്വാൻസ്ഡ് അനലിറ്റിക്സ് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. സെ ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാ, ചേൺ പ്രിഡിക്ഷൻ. ചേൺ പ്രിഡിക്ഷൻ എന്ന് പറയുന്നത് ആരൊക്കെ ഏത് മാസങ്ങളിൽ അല്ലെങ്കിൽ ഏത് ടൈമിലായിരിക്കും ആളുകൾ ഈ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നുണ്ടാവുക. ബിഹേവിയറൽ ട്രാക്കിംഗ്, നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഓറിയന്റഡ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഇമാജിൻ ചെയ്യാം അല്ലെ, ആരൊക്കെ എപ്പോഴായിരിക്കും നമ്മൾ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നുണ്ടാവുക. ഒരു ഇക്കണോമിക് ഡൗൺ ടേൺ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യും. ബിഹേവിയറൽ ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൈൻഡ് ഓഫ് മാഗസിൻസ് വായിക്കാൻ, ഏത് കൈൻഡ് ഓഫ് മൂവീസ് കാണാനാണ് നമ്മൾ അല്ലെ, ചിലതിന് നമ്മൾ വി ലൈക്ക് ദ മൂവി, ചിലതിന് വി ലവ് ദ മൂവി എന്ന ഫീഡ്ബാക്ക് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ബിഹേവിയറൽ ട്രാക്കിംഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം സ്പെൻഡ് ചെയ്യുന്നത് വാട്ട് ജേണർ ഓഫ് മൂവീസ്. ഇതേ കാര്യം മാഗസിനിൽ എന്ത് കൈൻഡ് ഓഫ് ന്യൂസ് ആണ് അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് കോണ്ടന്റ് ആണ് റീഡേഴ്സിനെ അട്രാക്ട് ചെയ്യിക്കുന്നത്. ദെൻ ടാർഗറ്റഡ് അഡ്വർടൈസിങ്, ഇതൊക്കെ അനലിറ്റിക്കൽ കപ്പബിലിറ്റിയിൽ വരേണ്ടതാണ്. കസ്റ്റമൈസേഷൻ ഓഫ് പ്രിന്റ് കോണ്ടന്റ് ഫോർ ഡിജിറ്റൽ. ഓക്കെ, ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം. പിക്ചേഴ്സ് മാത്രമേ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ ഒക്കെ ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സബ്സ്ക്രൈബർ ഡേറ്റാബേസ്, നമ്മളുടെ ഡാറ്റാബേസിൽ കോൺടാക്ട് ഡീറ്റെയിൽസും സബ്സ്ക്രിപ്ഷൻ ഡാറ്റ എന്ന് വെച്ചാൽ ഏത് കൈൻഡ് ഓഫ് മാഗസിൻസിലേക്കാണ് അല്ലെ, പേയ്മെന്റ് ഇൻഫർമേഷൻ, ഇത് തന്നെ നല്ലൊരു ഡാറ്റയാണ്. ഈ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നു, ബട്ട് ആർ വി യൂസിങ് ദിസ് ഡേറ്റ റിയലി? ദിസ് ക്യാൻ ബി യൂസ് ഫോർ ടാർഗറ്റഡ് മാർക്കറ്റിംഗ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഓരോരുത്തരും വായിക്കുന്ന മാഗസിൻസ് എന്ത് കൈൻഡ് ഓഫ് കോണ്ടന്റ് ആണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ മൂവീസിന്റെ മാഗസിൻ വായിക്കുന്ന ഒരാളുടെ മുന്നിൽ അയാൾ കാണേണ്ട അഡ്വർടൈസിങ് ഈ നെക്സ്റ്റ് വീക്കിൽ ഇങ്ങനെ ഒരു മൂവി റിലീസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഈ മൂവിയെ പറ്റിയിട്ടുള്ള ഫർദർ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പേ വാൾ സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ലൈക്ക് വൈസ് ദെൻ റിട്ടൻഷൻ സ്ട്രാറ്റജീസ് എന്ന് വെച്ചാൽ അവർ ക്യാൻസൽ ചെയ്യരുത്. വി ഹാവ് ടു റീറ്റെയിൻ ദറ്റ് കസ്റ്റമർ വൺസ് ദേ സബ്സ്ക്രൈബ് അല്ലെ. റീറ്റെയിൻ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്യാം. അതൊക്കെ അവരുടെ ഇൻട്രസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആണ്. ഓക്കെ, ദെൻ വി ക്യാൻ ഡു ദ റവന്യൂ ഫോർകാസ്റ്റിംഗ് ആസ് വെൽ. നെക്സ്റ്റ് വൺ, ബോർഡ് ബിലീഫ് ദാറ്റ് സിസ്റ്റംസ് ആർ സഫിഷ്യന്റ്. ഇത് ഒരിക്കലും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, ബിക്കോസ് ഡിജിറ്റൽ എൻവയോൺമെന്റ് ഈസ് ട്രാൻസ്ഫോമിംഗ് ഡേ ടു ഡേ ബേസിസ്.
അപ്പൊ ഒരിക്കലും അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റംസ്, അക്കൗണ്ടിങ് സിസ്റ്റംസ് ഒക്കെ എന്താ പറയാ സഫീഷ്യന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സഫീഷ്യന്റ് ആവണമെന്നില്ല. ഇപ്പൊ അതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ നമ്മുടെ ഇപ്പൊ ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റ് സിനാരിയോയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ മീഡിയം സ്കെയിൽ ഓർഗനൈസേഷൻസ് ഒക്കെ ടാലിയാണ് മിക്കവാറും മിക്ക ഓർഗനൈസേഷൻസിലും ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. ഓക്കെ, നിങ്ങൾ ഇതൊന്നും എക്സാമിന് എഴുതി വെക്കരുത്, ഇത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യം. ഓക്കെ, എന്നാൽ ടാലിയിൽ നിന്നും ഒരുപാട് ഫെർദർ ബെനിഫിറ്റ്സ് കിട്ടുന്ന അല്ലെങ്കിൽ തരുന്ന ഒരു അതും വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സോഹോ എന്ന് പറയുന്നത്. ഓക്കെ, സോ കുറെ ഫേംസ് ഒക്കെ അതിന്റെ എന്താ പറയാ ഇത് മനസ്സിലാക്കിയിട്ട് സോഹോയിലേക്ക് ഇംപ്ലിമെന്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ സ്റ്റിൽ കുറെ പേര് എന്താണ് കുറെ 10 വർഷമായിട്ട് ഇവിടെ ടാലിയാണ് ഉപയോഗിക്കുന്നത്. സോ നമ്മളിത് കംഫർട്ടാണ് ടാലി ഉപയോഗിക്കുന്നുണ്ട്. ലീഗലി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ ഇത് മതി എന്നുള്ളതാണ്. പക്ഷെ ടാലികൾ ഒരുപാട് പ്രോഫിറ്റ് വിസിബിലിറ്റി, മന്ത്ലി ബേസിസിലുള്ള പ്രോഫിറ്റ് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കുറെ കൂടെ ബെറ്റർ റിപ്പോർട്ട് ജനറേഷൻ കാര്യങ്ങളൊക്കെ സോഹോയിലാണ് നടക്കുക. അപ്പോ ഇത് സോഹോ ഇപ്പോൾ വളരെ മേ ബി ഹാർഡ്ലി 2 ഇയേഴ്സ് ആയിട്ടുള്ളൂ സോഹോ അത്രയും നല്ലൊരു റിലയബിൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിട്ട് മാർക്കറ്റിലേക്ക് വന്നിട്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. സഫീഷ്യന്റ് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ദെൻ അടുത്ത വെബ്സൈറ്റ് എക്സ്ട്രാക്ട് ആണ്. വെബ്സൈറ്റ് എക്സ്ട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ആക്ച്വലി നമ്മൾ മിഷൻ സ്റ്റേറ്റ്മെന്റിലൊക്കെ ഇന്നലെ കണ്ടതാണ്. ഓക്കെ, മിഷൻ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ വെബ്സൈറ്റ് എക്സ്ട്രാക്റ്റിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചാപ്റ്റർ നമ്പർ 7 നമ്മൾ CSRനെ പറ്റി പഠിച്ചതാണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് CSR. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മെർസയെ സംബന്ധിച്ച് മെർസയുടെ ഒരു CSR സ്റ്റേറ്റ്മെന്റ് എന്താണെന്നൊക്കെ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. വി സ്ട്രൈവ് ടു പ്രൊഡ്യൂസ് ട്രസ്റ്റ്വർത്തി ആൻഡ് ഒറിജിനൽ കോണ്ടന്റ് വിച്ച് എൻഗേജസ്, ഇനേബിൾസ് ആൻഡ് എന്റർടൈൻസ്. സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് മിഷൻ, അല്ലെ, ഒറിജിനൽ കോണ്ടന്റ് കൊടുക്കുക എന്നുള്ളത്. വി ആർ കമ്മിറ്റഡ് ടു കൗണ്ടറിംഗ് ദ ത്രെറ്റ്സ് ഓഫ് മിസ് ഇൻഫർമേഷൻ ആൻഡ് ഫേക്ക് ന്യൂസ്. വി ഓൾസോ എയിം ടു എംബഡ് അവർ കോർ വാല്യൂസ് ഇൻക്ലൂഡിംഗ്, കണ്ടോ, സസ്റ്റൈനബിലിറ്റി എവിടെയൊക്കെ പറയാൻ കഴിയുന്നുണ്ട് അവിടെയൊക്കെ അവർ സംസാരിച്ചു വെച്ചിട്ടുണ്ട് ഇൻ ദ കോണ്ടന്റ് വി പ്രൊഡ്യൂസ്. Working environment, we strive to provide a supportive environment which gives our employees to produce top quality content. We reward strong performance by any member of staff. We are committed to diversity. ഇതെന്നല്ല നമ്മൾ ഗവേണൻസ് പാർട്ടിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരേ പോയിന്റ് പറയുന്നു, ഡൈവേഴ്സിറ്റിയിലേക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ പറയുന്നുണ്ട്. ആൻഡ് വി ഫോസ്റ്റർ എ കമ്മ്യൂണിറ്റി കൾച്ചർ. നമ്മുടെ ഇന്നലെയും കണ്ടതാണ് മിഷൻ സ്റ്റേറ്റ്മെന്റിൽ കമ്മ്യൂണിറ്റി എന്നുള്ള പൊസിഷനിങ്. We see development of employees are not just acquiring the knowledge needed for their roles, but professional and personal development in the wider sense. Our managers are always ready to listen to employee concerns എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാം സിനാരിയോയിലേക്ക് ഇതിനോടൊക്കെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. മേ ബി നമ്മളൊരു ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റോ ഒരു ഫേക്ക് ന്യൂസോ നമ്മൾ പബ്ലിഷ് ചെയ്തതിന്റെ ഒരു സിനാരിയോ ആയിരിക്കാൻ തരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു എംപ്ലോയി ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് എലമെന്റ് ഇല്ലാത്തൊരു എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് എന്താ പറഞ്ഞത്? വി ആർ അവെയർ ഓഫ് അവർ ഇമ്പാക്ട് ഓൺ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ആർ കമ്മിറ്റഡ് ടു റെസ്പെക്ട്ഫുൾ ആൻഡ് റെഗുലർ ഡയലോഗ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ. വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട് അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിങ്ക് ഓഫ് us ആൻഡ് ലേൺ വാട്ട് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടു ദം, ഹൗ ടു മാനേജ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ ഇന്നലെ കണ്ടതാണ്. ഓക്കെ, അപ്പൊ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഒരു എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ ആയിരിക്കാം. കൊഫോൾ കൺസ്ട്രക്ഷൻ കമ്പനി എന്ന ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് കണ്ടതാണ്. ജനറൽ പബ്ലിക്കുമായിട്ട് അവിടെ പബ്ലിക്കാണ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റിയാണ് പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നത്. And last one, social and environmental commitments. We want to help build a sustainable future in which our business has positive social impact. We are constantly looking at ways of avoiding the use of irreplaceable resources. We aim to continuously reduce emissions. We regularly encourage suppliers to follow our objectives of being socially and environmentally responsible. സപ്ലൈസ് എന്ത് ചെയ്യാൻ പാടില്ല, സസ്റ്റൈനബിൾ സോഴ്സിൽ നിന്ന് മാത്രമേ സോഴ്സ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെയാണ് പറയുന്നത് വീണ്ടും. ആൻഡ് ദെൻ ട്രാൻസ്പെറന്റ് റിപ്പോർട്ടിംഗ്, എൻവയോൺമെന്റൽ റിപ്പോർട്ടിംഗ് ഒക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ മിഷൻസിലൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ CSR സ്റ്റേറ്റ്മെന്റ് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. ഇതിനോടൊക്കെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനാരിയോ വരാം. ഓക്കെ, അപ്പൊ കണ്ടന്റിന്റെ കേസിൽ നമ്മൾ ഈ പറഞ്ഞ ഫേക്ക് ന്യൂസോ കാര്യങ്ങളൊന്നും ആക്കരുത്. കാരണം എന്താ വെച്ചാൽ ട്രസ്റ്റ് ഈസ് ദ ഡിഫറൻഷിയേറ്റർ. ഓക്കെ, നമുക്കറിയാം ഒരുപാട് ഫ്രീ ഓൺലൈൻ കോണ്ടന്റ് ഉണ്ട്, അല്ലെ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഒരുപാട് ഫ്രീ കോണ്ടന്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇവിടെ അട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ അറ്റൻഷൻ എടുക്കുക, റീഡേഴ്സിന്റെ അറ്റൻഷൻ എടുക്കുക എന്ന് പറയുന്നതാണ് എല്ലാ പബ്ലിഷേഴ്സും ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എസ്പെഷ്യലി ഫ്രീ കോണ്ടന്റ് കൂടെ കൊടുക്കുന്ന സമയത്ത് അറ്റൻഷൻ എടുക്കാൻ വേണ്ടി ഒരുപക്ഷെ ഫേക്ക് ന്യൂസോ അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റോ ഒക്കെ ചിലപ്പോൾ കൊടുത്തേക്കാം. നമ്മളെ സംബന്ധിച്ച് അവരുടെ ന്യൂസ് അല്ലെങ്കിൽ അവരുടെ മാഗസിനിൽ എഴുതിയ കാര്യങ്ങൾ റിലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നത്, ട്രസ്റ്റ് എന്ന് പറയുന്നതിന് ഒരു ഡിഫറൻഷിയേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ we have to face
ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് അലോങ് വിത്ത് റെപ്യൂട്ടേഷണൽ റിസ്ക്. വർക്കിംഗ് എൻവയോൺമെന്റ് കേസിൽ സപ്പോർട്ടീവ് വർക്ക് കൾച്ചർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ടു റീറ്റെയിൻ പ്രോപ്പർ ടാലന്റ്. ലോസ് ഓഫ് കീ എംപ്ലോയീസ് വാസ് വൺ ഓഫ് അവർ റിസ്ക് ദാറ്റ് വി ഹാവ് ഡിസ്കസ് യെസ്റ്റർഡേ. പിന്നെ സ്റ്റാഫ് ടേൺ ഓവർ ഹൈ ആണെങ്കിൽ, ഇതും ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളുടെ KPI റിലേറ്റഡ് ആയിട്ട്. സ്റ്റേക്ക് ഹോൾഡറിന്റെ എൻഗേജ്മെന്റിന്റെ കേസിൽ കമ്മിറ്റ്മെന്റ് ടു ഡയലോഗ് റിഡ്യൂസസ് കോൺഫ്ലിക്ട് റിസ്ക് വിത്ത് റീഡേഴ്സ്, അഡ്വർടൈസേഴ്സ്. സി എപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യമാണ്, ഇപ്പോ റീഡേഴ്സിന് നമ്മൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ന നമ്മുടെ മറ്റൊരു സ്റ്റേക്ക് ഹോൾഡറോട് നമ്മൾക്ക് ചിലപ്പോൾ അത്ര അല്ലെ, ഇപ്പൊ റീഡേഴ്സിനോട് നല്ല രീതിയിൽ വാല്യൂ, എങ്ങനെയാ റീഡേഴ്സിന് നല്ല രീതിയിൽ വാല്യൂ കൊടുക്കുക? റീഡേഴ്സിന് നല്ല രീതിയിൽ വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓതേഴ്സിനോടൊക്കെ നമ്മൾ പറയാ, സ്പോർട്സിന്റെ ഒരു മാച്ച് നടക്കുകയാണെങ്കിൽ ആ മാച്ചിന്റെ ഫീൽഡിൽ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് പ്രോപ്പർ കോണ്ടന്റും കാര്യങ്ങളായിട്ട് വരിക, അവിടെ വേണ്ട സമയം സ്പെൻഡ് ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കോസ്റ്റ് അവിടെ നമുക്ക് ഇൻകർ ചെയ്യും. ഈ കോസ്റ്റ് ഇൻകർ ചെയ്യുക എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കോസ്റ്റ് എഫിഷ്യൻസി ലോസ് ചെയ്യാണ്. അപ്പോൾ കോൺഫ്ലിക്റ്റിംഗ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള സിനാരിയോസ് എന്തായാലും ഉണ്ടാവും. നമുക്ക് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരേപോലെ പ്രയോറിറ്റൈസ് ചെയ്യാൻ ഒരിക്കലും കഴിയത്തില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ് എന്നത് വേറെ തന്നെ ഒരു കോണ്ടന്റ് ആയിട്ട് പഠിച്ചത്. അവിടെ നമ്മൾ വി ഹാവ് ടു പ്രയോറിറ്റൈസ്. ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ ആയിരിക്കും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരിക. ദെൻ കാരണം നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒന്നും അല്ലാത്തത് കൊണ്ടും ഇൻവെസ്റ്റേഴ്സിന് ഹൈ പവർ ഹൈ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടൊക്കെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ തന്നെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. ദെൻ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ കമ്മിറ്റ്മെന്റ്, നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞ കാര്യം. പ്രിന്റ് ബിസിനസ് ആണ്. പ്രിന്റ് ബിസിനസിന്റെ ESG എക്സ്പോഷർ എന്ന് പറയുമ്പോൾ എന്തായാലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വി ആർ യൂസിങ് പേപ്പർ ഫോർ പ്രിന്റിങ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഗോയിങ് ഫോർവേഡ് നമ്മുടെ പ്രിന്റ് ഡിക്ലൈൻ ആണ്. സോ വി ആർ റിഡ്യൂസിങ് അവർ പേപ്പർ യൂസ്. പ്രിന്റിങ് നടക്കുന്നില്ല, സോ എമിഷൻസ് കുറവാണ്. ഓക്കെ, ദെൻ സപ്ലയറുടെ സസ്റ്റൈനബിലിറ്റി മോണിറ്റർ ചെയ്യുക, ഇതൊക്കെയാണ്. Encouraging suppliers to follow ESG standard, reduce supply chain risk and strengthens our brand positioning. ഇനി ഏറ്റവും അവസാനത്തെ കോണ്ടന്റിലേക്ക് നമ്മൾ പോവാണ്. വി ആർ പ്രൊവൈഡഡ് വിത്ത് എ ഗ്രാഫ്. എല്ലാ പ്രിസീനിലും ഏറ്റവും അവസാനത്തെ പേജിൽ ഇതുപോലെ കുറച്ച് ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്ത് 8% എന്ന് പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കറന്റ് നമ്മുടെ റവന്യൂ 2025 പ്രകാരം നമ്മുടെ റവന്യൂ 650 എന്ന് നമ്മൾ റൗണ്ട് ചെയ്തെടുത്തു. 650ക്ക് തൊട്ട് താഴെയായിട്ട് വരും ഏകദേശം. അത് എത്ര എക്സാക്ട് ഫിഗർ ഒക്കെ നമുക്ക് എക്സാം ഡേയിലായിരിക്കും ചിലപ്പോൾ അവൈലബിൾ ആവുള്ളൂ. നമ്മളൊരു അപ്രോക്സ് വെച്ചിട്ടാണ് 8% കാൽക്കുലേറ്റ് ചെയ്തത്. സോ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെ സ്റ്റീപ്പർ ആയിട്ട് പോയി, പിന്നെയും മുന്നോട്ടാണ് പോയത്, പക്ഷെ കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയി. ഇത് പക്ക ഫ്ലാറ്റ് ആയി. ഇപ്പൊ ഗ്രോത്തേ വരുന്നില്ല. അപ്പൊ ഗ്രോത്ത് ഏകദേശം സ്റ്റാഗ്നന്റ് ആയ മട്ടാണ് അല്ലെ. ഏകദേശം ഒരു 650 മില്യന്റെ മുകളിലേക്ക് നമുക്കൊരു 660യിലേക്ക് ടച്ച് ചെയ്യാന്ന് പറയുന്നത് കുറച്ചൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. ഇതിന്റെ റീസൺ എന്താ? ഇത് ടോട്ടൽ റവന്യൂ ഓഫ് ദ കമ്പനിയാണ്. റവന്യൂ ഫ്രം പബ്ലിക്കേഷൻസ് നോക്കി, നമ്മുടെ ഒരു മേജർ ബിസിനസ് ആയിരുന്നു റവന്യൂ ഫ്രം പബ്ലിക്കേഷൻസ്. ഈ 650 ആണ് നമ്മുടെ ടോട്ടൽ റവന്യൂ എങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ ഒരു 640 650 ആണ് അല്ലെ. 2024 650 ആണല്ലോ എന്ന് വിചാരിക്കാം. 2024 ഇവിടെ നോക്കി റവന്യൂ ഫ്രം പബ്ലിക്കേഷൻസ് മാത്രം 370 ടച്ച് ചെയ്യുന്നു. ഹാർഡ്ലി അല്ലെ, അതിന് തൊട്ട് താഴെയായിട്ട് വരുന്നത് 370 ടച്ച് ചെയ്ത പോലെ. അപ്പോ മോർ ദാൻ ഹാഫ് 50% അധികം റവന്യൂ വന്നുകൊണ്ടിരുന്നത് റവന്യൂ ഫ്രം പബ്ലിക്കേഷൻസിൽ നിന്നാണ്. അതിപ്പോ ഇൻക്രീസിംഗ് ആയിരുന്നു, വീണ്ടും ഇൻക്രീസിംഗ് ആയിരുന്നു. ഇപ്പൊ പക്ക ഡിക്ലൈനിങ് ആണ്. സ്ട്രക്ചറൽ ഡിക്ലൈൻ ഇൻ ദ ഇൻഡസ്ട്രി, നോട്ട് ജസ്റ്റ് ഫോർ അസ്. മനസ്സിലാക്കുക. റവന്യൂ ഫ്രം അഡ്വർടൈസിങ് അല്ലെ, ബാക്കി റിമൈനിങ് എന്നത് പറയുന്ന റവന്യൂ ഫ്രം അഡ്വർടൈസിങ് ആണ്. റവന്യൂ ഫ്രം അഡ്വർടൈസിങ് കൺസിസ്റ്റന്റ്ലി ഗ്രോയിങ്. അത് ഇവിടെ എത്തിയപ്പോ ഒന്നുകൂടെ സ്റ്റീപ്പർ ആയി തുടങ്ങി. അഡ്വർടൈസേഴ്സ് ആർ നൗ ഇൻട്രസ്റ്റഡ് ഇൻ ഗിവിംഗ് അഡ്വർടൈസ്മെന്റ് ഇൻ അവർ സ്പേസ്. മേ ബി നമ്മുടെ ഡിജിറ്റൽ സ്പേസിലായിരിക്കും. അപ്പൊ ഇവിടെ റവന്യൂ ഫ്രം പബ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ അപ്പൊ പ്രിന്റ് എവിടെ പോയി? ഇവിടെ പബ്ലിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിന്റ് പബ്ലിക്കേഷനും ഡിജിറ്റലിന്റെയും കൂടെ മിക്സ് ആണ്. എങ്കിലല്ലേ കണക്ക് ശരിയാവുള്ളൂ. ഒന്ന് ആലോചിക്കുക. റവന്യൂ ഫ്രം അഡ്വർടൈസിംഗ് തന്നെയുണ്ട് 3 ടൺ. ഓക്കെ, ഈ 3 ടണ്ണും പിന്നെ ഇവിടെയുള്ള 350യും കൂടെ കൂടുമ്പോഴല്ലേ ഏകദേശം 660 റേഞ്ചിലേക്ക് വരത്തുള്ളൂ. അപ്പൊ ഇതിൽ ഡിജിറ്റലും ഉണ്ട്. അപ്പം ഡിജിറ്റലിന്റെയും കൂടെ കൂട്ടിയിട്ട് കുറയാന്ന് പറയുന്ന സമയത്ത് പ്രിന്റ് ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ചെയ്യാണ്. പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റലിലേക്കുള്ള ഗ്രോത്ത് അത്ര എത്തിയിട്ടും ഇല്ല എന്ന് വേണം കരുതാൻ. ഓക്കെ, മേ ബി അടുത്ത വർഷം കുറച്ച് ഡിജിറ്റൽ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക, ഗ്രാഫ് പോകുന്നുണ്ടാവുക. അങ്ങനെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇവിടെയും റവന്യൂ നമുക്ക് 660യുടെ മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, അപ്പൊ കറന്റ്ലി മനസ്സിലാക്കുക, നമ്മളൊരു ട്രഡീഷണൽ 60 ഇയേഴ്സ് ആയിട്ടുള്ളതാണ്.
ആളുകളൊക്കെ നമ്മളുടെ പ്രിന്റിനെയാണ് റിലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ മേജർ റവന്യൂ ഇവിടെ ആ KPI ആക്ച്വലി തന്നിട്ടില്ല. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു KPI ആയിരുന്നു ടോട്ടൽ ഷെയറിൽ എത്രയാണ് പ്രിന്റ്, എത്രയാണ് ഡിജിറ്റൽ എന്നുള്ളത്. അതൊരിക്കലും 50-50 ആയിരിക്കില്ല. ആസ് ഓഫ് നൗ പ്രിന്റ് ആയിരിക്കും കൂടുതൽ അല്ലെ. ഗോയിങ് ഫോർവേഡ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഡിജിറ്റലിന്റെ ഷെയർ കൂട്ടിക്കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആ KPI. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡ്രാസ്റ്റിക്കലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈ ഒരു പോയിന്റ് ഇവിടെ വരെ എത്തിയിരുന്നു. അതെ, അതിപ്പോ വീണ്ടും ഭയങ്കരമായിട്ട് കുറഞ്ഞു, ഹെവിലി ഡിക്ലൈനിങ് ആണ്. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് റവന്യൂ കുറയുന്നുണ്ട്. റവന്യൂ കുറയുന്നു എന്ന് പറയാൻ കഴിയില്ല, കാരണം റവന്യൂ ഇങ്ങനെ സ്റ്റാഗ്നന്റ് ആയിട്ടാണ് പോയത്. അപ്പൊ പിന്നെ എന്താ റീസൺ? കോസ്റ്റ് കൂടി അല്ലെ. കോസ്റ്റ് കൂടാനുള്ള റീസൺ അപ്പൊ ആലോചിക്കേ. കോസ്റ്റ് കൂടുവാനുള്ള റീസൺ ഇൻ എ കോമ്പറ്റേറ്റീവ് ഇൻഡസ്ട്രി നമ്മൾ ചിലപ്പോൾ മാർക്കറ്റിംഗ് ചെലവ് കൂടിയിട്ടുണ്ടാവും. ഹെവി കോമ്പറ്റീഷൻ നേരിടല്ലേ, മാർക്കറ്റിംഗ് കൂട്ടിയിട്ടുണ്ടാവും. ഓക്കെ, വേറെ കോസ്റ്റ് കൂട്ടാനുള്ള കാരണം ഡിജിറ്റലിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനിലേക്ക് എന്തെങ്കിലും മേജർ മെയിൻ്റനൻസ് കോസ്റ്റ്, അതായത് ഒരു പുതിയ ഡിജിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടാവാം. ആ ഇൻവെസ്റ്റ്മെന്റിനോട് റിക്കറിംഗ് ആയിട്ട് നമുക്ക് P&L വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവാം. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ മെയിൻ്റനൻസ് എക്സ്പെൻസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുകയാണ്. അല്ലെങ്കിൽ ഓൾറെഡി പ്രിന്റിംഗ് മെഷീൻ ഒക്കെ നമ്മൾ വലുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രിന്റിംഗ് മെഷീന്റെ മെയിൻ്റനൻസ് കോസ്റ്റുകളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് പ്രൊമൈസസിന്റെ കോസ്റ്റുകളായിരിക്കാം. അല്ലെങ്കിൽ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള സമയത്ത് ഓതേഴ്സിനൊക്കെ, ഫ്രീലാൻസ് ഓതേഴ്സ് നമുക്ക് കോണ്ടന്റ് തരണമെങ്കിൽ അവർക്ക് ഹൈ പേയ്മെന്റ് കൊടുക്കേണ്ടി വരുന്നതായിരിക്കാം. എല്ലാ കോസ്റ്റ് സ്ട്രക്ചർ മനസ്സിൽ കൂടെ കൊണ്ടുപോകും. ലോസ് ഓഫ് കീ ഓതേഴ്സ് ഒരു പ്രശ്നമാകുമെന്നുള്ളത് കൊണ്ട് അവരുടെ സാലറീസ് കൂട്ടിക്കൊടുത്തതായിരിക്കാം. ഇതൊക്കെ നമുക്ക് പറയാം, മനസ്സിലാക്കാം. ഇനി പ്രിന്റ് ബേസ്ഡ് എഡിഷൻ, പ്രിന്റിന്റെ യൂണിറ്റ്സ് ആണ് വോളിയം ഇൻ മില്യൺസ് നേരെ റെഡ്യൂസ് ചെയ്താണ് അല്ലെ. ഒരൊറ്റ സിംഗിൾ ലൈനിൽ ഇങ്ങനെ പോവാണ്. അപ്പൊ അത് 3 million 2.8 അതിങ്ങനെ കുറഞ്ഞു. മേ ബി ഇനി ഒരു 3-4 ഇയേഴ്സിനുള്ളിൽ ഇത് ഒരു സീറോയിലേക്ക് വരെ ടച്ച് ചെയ്യാനുള്ള ഒരു സിനാരിയോ കാണുന്നുണ്ട്. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 2025 27% ആയിരുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്. അത് 27% ആണെന്ന് പറയുമ്പോൾ കറന്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2025 അത്ര 175 ആണ്. 175 ഡിവൈഡഡ് ബൈ റവന്യൂ ഇസ് ഈക്വൽ ടു 27%. അങ്ങനെയാണെങ്കിൽ റവന്യൂ കണ്ടെത്തിക്കൂടെ? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. റവന്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. നമ്മൾ പറയാണ് 175 എന്നുള്ളതാണ് എക്സാക്ട് ഈ ലൈനിൽ ടച്ച് ചെയ്തത് കൊണ്ട് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. 175 ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 0.27. അപ്പൊ എക്സ് എത്രയാണ്? എത്രയാണ്? 648 അല്ലേ? 648. ഓക്കെ, ഇപ്പൊ നമ്മുടെ റവന്യൂ 648 ആണ്. വിച്ച് ഇസ് എവിഡന്റ് ഫ്രം ഹിയർ. 650 ടച്ച് ചെയ്തിട്ടില്ല അല്ലെ. 650യുടെ തൊട്ട് താഴെ 648 ആണ് നമ്മുടെ കറന്റ് റവന്യൂ എന്ന് പറയാം. ഇപ്പൊ 648 എന്ന റവന്യൂ കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാം എന്താണ് നമ്മളുടെ മാർക്കറ്റ് ഷെയർ കുറച്ചും കൂടെ അപ്രോക്സിമേറ്റ്ലി അല്ലെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ലാസ്റ്റ് വൺ. ഓക്കെ, പിന്നെ 1-2 പോയിന്റ് നിങ്ങൾ ഇവിടെ പറഞ്ഞത് കൂടെ ആഡ് ചെയ്യാണ്. മേ ബി കോസ്റ്റ് കൂടാനുള്ള ഒരു റീസൺ പേപ്പറിന്റെ ഷോർട്ടേജ് വന്നുകൊണ്ട് പേപ്പറിന് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നതായിരിക്കാം. പക്ഷേ ഓൾറെഡി നമ്മുടെ പ്രിന്റ് ഭയങ്കരമായിട്ട് കുറയാണല്ലോ. സോ ടോട്ടൽ പേപ്പർ എക്സ്പെൻസ് എന്തായാലും കുറയത്തേ ഉണ്ടാവുള്ളൂ. മനസ്സിലായി? അങ്ങനെ അതാണ് നമ്മളൊരു പോയിന്റ് പറയുന്ന സമയത്ത് കോൺഫ്ലിക്റ്റിംഗ് ആയി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിന്റ് എന്തായാലും കുറയായതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ചിട്ട് ഇവിടെ 3.8 മില്യൺ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 3.2 സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്തായാലും പ്രിന്റ് ഡിക്ലൈൻ ആണല്ലോ, പേപ്പറിന്റെ എക്സ്പെൻസ് കുറയുന്നുണ്ടാവും. അല്ലെങ്കിൽ അത്ര അധികമായിട്ട് പ്രൊപ്പോർഷനേറ്റ്ലി സെല്ലിംഗ് പ്രൈസ് കൂടിയിട്ടുണ്ടാവും. എനർജി കൺസ്യൂംഡ് ഇങ്ങനെ കൂടി വന്നിരുന്നു. എന്തുകൊണ്ടായിരിക്കും എനർജി കൺസ്യൂംഡ് ഇങ്ങനെ കൂടി വരാനുള്ള കാരണം? ഒരുപക്ഷെ നമ്മളുടെ പ്രിന്റിങ് ഭയങ്കരമായിട്ട് ഇപ്പോ ഫോർ എക്സാമ്പിൾ 2021 നമ്മൾ ആ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എമിഷൻസ് ഇങ്ങനെ കൂടി. മെഷീൻ പഴകും തോറും എമിഷൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പ്രിന്റിങ് ഭയങ്കരമായിട്ട് കുറച്ച് സമയത്ത് തന്നെ എമിഷൻസ് കുറഞ്ഞു. അതായിരിക്കും റീസൺ. എനർജി കൺസ്യൂംഡ് കുറഞ്ഞു. നമ്മൾ കുറെ കൂടെ സസ്റ്റൈനബിൾ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എനർജി നമ്മൾ ഉപയോഗിക്കുന്നത്, എമിഷൻസ് കുറച്ചു. എനർജി ഉപയോഗിക്കുന്നത് ഭയങ്കര സസ്റ്റൈനബിൾ
അല്ലെ, എന്തെങ്കിലും ഒരു ഗ്രീൻ എനർജി ഒക്കെ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പേപ്പറിന്റെ ഐ മീൻ പ്രിന്റിങ് കുറച്ചത് കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് താഴെ കാണുന്നത്. ഓക്കെ, തന്നിരിക്കുന്ന KPIs ബേസിസിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് റീസൺസ് എന്നുള്ളത് എഴുതിയതാണ് താഴെ കാണുന്നത്. സോ ഗൈസ്, ദിസ് ഈസ് ഓൾ അബൌട്ട് പ്രസീൻ കോണ്ടന്റ്. പ്രസീൻ കോണ്ടന്റിന്റെ എക്സ്പ്ലനേഷൻ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഇനി ഇനി വെറുതെ എന്താ പറയുക, നമ്മളുടെ മെർസെ എന്ന കമ്പനിയെ നമ്മൾ നമ്മുടെ സിലബസിലേക്കുള്ള കുറച്ച് കുറച്ച് ജനറൽ ഏരിയാസിലേക്ക് ചുമ്മാതെ മാപ്പ് ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പൊ ഇത് എക്സാമിന് നമ്മളോട് ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, മെർസെ കമ്പനിയുടെ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനലൈസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പെസ്റ്റൽ അനാലിസിസ് കൊണ്ടുവരാം. ഒരിക്കലും പെസ്റ്റൽ അനാലിസിസ് എന്ന പേര് എഴുതിയിട്ട് കാര്യങ്ങൾ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്കൽ എന്നും ഇക്കണോമിക്കൽ എന്നൊക്കെ ഹെഡിങ്സ് കൊണ്ടുവരാം. പെസ്റ്റൽ അനാലിസിസ് എന്ന് എഴുതണ്ട, പെസ്റ്റൽ മോഡലാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത്. എക്സ്റ്റേണൽ എൻവയോൺമെന്റിന്റെ ഒരു 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 അനാലിസിസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കോണ്ടന്റ് എഴുതി വെക്കാം. ഓക്കെ, ഇപ്പൊ ആസ് ഓഫ് നൗ തന്നിരിക്കുന്ന കോണ്ടന്റിൽ ഡാർലാൻഡില് ഡാർലാൻഡിലെ പൊളിറ്റിക്സിനെ പറ്റിയിട്ടോ ഡാർലാൻഡിലെ ഗവൺമെന്റിനെ പറ്റിയിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ചില ക്വസ്റ്റ്യനിൽ ഗവൺമെന്റിനെ പറ്റി കാര്യമായിട്ട് പറയുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, കൊഫോൾ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഡെസ്മണ്ട് ഓട്ടീനോ എന്ന ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും അവിടെ പൊളിറ്റിക്കൽ സിനാരിയോ ഒക്കെ കുറച്ച് ഒന്നും മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാത്തത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പറയാൻ ഡാർലാൻഡ് എന്നത് സീംസ് ടു ബി പൊളിറ്റിക്കലി സ്റ്റേബിൾ. പൊളിറ്റിക്കലി അങ്ങനെ വേറെ വലിയ വിഷയമൊന്നും ഇല്ലാത്ത ഒരു ഒരു എന്താ പറയാ രാജ്യമാണ് ഡാർലാൻഡ് എന്ന് തോന്നുന്നു. അങ്ങനെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റേഴ്സ് വരത്തുള്ളൂ. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത കൺട്രീസിൽ ഷെയർസ് ഒക്കെ ഭയങ്കര ഡൗൺ ആയിരിക്കും. അവിടെ ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും. ഇക്കണോമിക് ഫാക്ടേഴ്സ് നമുക്കറിയില്ല വെദർ വി മൈറ്റ് ബി ഇൻ എ ഗ്രോയിങ് ഇക്കണോമി ഓർ മേ ബി ഇൻ എ ഡിക്ലൈനിങ് ഇക്കണോമി. ഒരു ഇക്കണോമിക് ഡൗൺ ടേൺ ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഇക്കണോമിക് ഡൗൺ ടേൺ വന്നു കഴിഞ്ഞാൽ ഇന്നലെ ഓൾറെഡി പറഞ്ഞതുപോലെ ആളുകൾ ഡിസ്ക്രിയേഷണറി സ്പെൻഡിങ്ങിലേക്ക് എടുക്കുക. എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള കാര്യം എന്തായാലും മേടിക്കും. ഈ മാഗസിൻസ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു നെസസിറ്റി ഗുഡ്സിലേക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ചൊരു ഒരു എന്താ പറയാ ലക്ഷറി ഗുഡ്സിലേക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താവും, ഡിസ്ക്രിയേഷണറി സ്പെൻഡിങ് വരുന്ന സമയത്ത് മാഗസിൻ സബ്സ്ക്രിപ്ഷനും നമ്മുടെ സെയിൽസ് ഒക്കെ നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട് ഇക്കണോമിക് ഡൗൺ ടേൺ വന്നാൽ. അപ്പൊ നമ്മുടെ റവന്യൂസിനെ എഫക്ട് ചെയ്യും. കാരണം അഡ്വർടൈസേഴ്സ് മാർക്കറ്റിംഗ് ബജറ്റ് ഒക്കെ ഡൗൺ ചെയ്തിട്ടുണ്ടാവും. അവര് ബെറ്റർ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകും എന്നുള്ള രീതിയിൽ പറഞ്ഞത് അഡ്വർടൈസിംഗ് റവന്യൂ ഫോൾ ഡൗൺ ചെയ്യും. പ്ലസ് പേപ്പർ കോസ്റ്റ് കൂടും അല്ലെ. ദെൻ ഇൻഫ്ലേഷൻ, ഫോറിൻ കറൻസി മൂവ്മെന്റ് ഒക്കെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. ബേസിക്കലി നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിക്ലൈൻ ആവും. അപ്പൊ ഓൾറെഡി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇങ്ങനെ കുറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 27% എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അത് ഭയങ്കര നല്ലൊരു മാർജിനാന്ന് പറയാം. 27% ഒക്കെ സാധാരണ ഒരു 10%, 15% ഒക്കെയാണ് യൂഷ്വലി ഒരു ഇൻഡസ്ട്രിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നല്ലതാണ് എന്ന രീതിയിൽ തന്നെ നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഇവിടെ 27% എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ആക്ച്വലി എക്സെപ്ഷണലി ഗുഡ്. പക്ഷെ അത് അത്രയും ഗുഡ് ആണ് എന്ന് നമുക്ക് സ്റ്റേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു നോ ദ ബെഞ്ച് മാർക്ക്. വി ഹാവ് ടു നോ അബൌട്ട് ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അബൌട്ട് അവർ കോമ്പറ്റീറ്റേഴ്സ് അല്ലെ. അതൊക്കെ കിട്ടിയാലേ നമുക്ക് അത് അത്രയും നല്ലതാണെന്ന രീതിയിൽ പറയാൻ കഴിയത്തുള്ളൂ. ഇനി സോഷ്യൽ ഫാക്ടേഴ്സിലേക്ക് പറയുന്ന സമയത്ത് അവിടുത്തെ വർക്കിംഗ് ക്ലാസ്സും കൺസ്യൂമർ ബിഹേവിയർ എല്ലാം ഇവിടെ സബ്ജക്റ്റ് ആണ്. സോ കൺസ്യൂമർ ബിഹേവിയർ ഇസ് ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ഡിജിറ്റൽ കോണ്ടന്റ്. പലപ്പോഴും ഫ്രീ ആയിട്ട് തന്നെ കോണ്ടന്റ് അവൈലബിൾ ആണ്. റീഡേഴ്സ് ആർ എക്സ്പെക്ടിങ് ഫാസ്റ്റ്, ഇന്ററാക്റ്റീവ് ആൻഡ് മൾട്ടിമീഡിയ കോണ്ടന്റ്. അതൊക്കെ നമുക്ക് കുറച്ച് ലാക്കിംഗ് ആണ്. ദർ ഈസ് ഗ്രോയിങ് കൺസേൺ അബൌട്ട് മിസ്ഇൻഫർമേഷൻ, ഇൻക്രീസിംഗ് ദ നീഡ് ഫോർ trustworthy, high quality content. Sustainability awareness is also rising. Stakeholders expect publishers to use sustainable paper resources and reduce environmental footprint. പിന്നെ വർക്കിംഗ് കേസിൽ റിമോട്ട് ആൻഡ് ഫ്ലെക്സിബിൾ വർക്കിംഗ് പാറ്റേൺസ് അല്ലെ, അതും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഫ്ലെക്സിബിലിറ്റി കറന്റ് കൊടുക്കുന്നുണ്ട്. ടെക്നോളജി സൈഡിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ, ഒന്ന് ഡിജിറ്റൽ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട്. അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചാണ്. നമ്മളിപ്പോൾ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലാണ് റിലൈ ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ റിസ്ക്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനും സോഷ്യൽ മീഡിയ അൽഗോരിതം ചേഞ്ചസ് ഒക്കെ ഈവൻ ദോ ഔട്ട്സൈഡ് ദ കൺട്രോൾ ആണെങ്കിലും നമ്മുടെ വെബ്സൈറ്റ് വിസിബിലിറ്റി അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. സോ വി ഹാവ് ടു ഡു SEO ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഓൾ. സൈബർ സെക്യൂരിറ്റി റിസ്ക്കും റിസ്ക് ഉണ്ട്. ഹാക്കേഴ്സ്, തീർച്ചയായിട്ടും ഹാക്കേഴ്സ് ഇതുപോലെയുള്ള മാഗസിൻസിനെയൊക്കെ ആയിരിക്കും എന്താ പറയാ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും.
ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഓൾസോ ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അനലിറ്റിക്സ്. കറന്റ് നമ്മൾ കുറച്ച് ബാക്കിലാണ്, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റവും അതേപോലെ അക്കൗണ്ടിങ് സിസ്റ്റംസ് ഒക്കെ കറന്റ് ഒരു സഫീഷ്യന്റ് നിലയ്ക്ക് പോകുന്നു, കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ പറയാം, പ്രിന്റിംഗ് കൺസ്യൂംസ് പേപ്പർ ആൻഡ് എനർജി, ദിസ് കോൺട്രിബ്യൂട്ട് ടു കാർബൺ ഇമിഷൻസ് ആൻഡ് വേസ്റ്റ്. ആൻഡ് എക്സ്ട്രീം വെതർ ഇവന്റ്സ്, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഗിവൺ മെർസേസ് പബ്ലിക് സസ്റ്റൈനബിലിറ്റി കമ്മിറ്റ്മെന്റ്, ഫെയിലിയർ ടു റെഡ്യൂസ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് കുഡ് ഡാമേജ് റെപ്യൂട്ടേഷൻ. നമ്മൾ അത്ര അധികമായിട്ട് നമ്മുടെ മിഷൻസിലും CSR സ്റ്റേറ്റ്മെന്റിലും ഒക്കെ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. Okay, and Mercer faces the risk of defamation, plagiarism, and breach of data protection laws, which will attract legal risk as well. Okay, ഇനി അടുത്തത് ഇൻഡസ്ട്രിയുടെ അനാലിസിസ്. നമ്മളിപ്പോ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റിന്റെ അനാലിസിസ് ആണ്. ഓക്കെ, അതേപോലെ ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മെർസയുടെ സ്പെസിഫിക് ആയിട്ട് ഒരു SWOT അനാലിസിസ് ഒക്കെ ചെയ്തു വെച്ചാൽ മതി. എക്സ്റ്റേണലിന് പകരം ഇന്റേണൽ ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ. ആൻഡ് ഓൾസോ ഇൻഡസ്ട്രിയെ പറ്റിയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് അല്ലെ? ഇവാലുവേറ്റ് ദ അട്രാക്റ്റീവ്നെസ് ഓഫ് ഇൻഡസ്ട്രി വെയർ മെർസെ കമ്പനി ഇസ് എന്ന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡസ്ട്രിയെ പറ്റി സംസാരിക്കാനാണെങ്കിൽ അവിടെ പോർട്ടേഴ്സ് 5 ഫോഴ്സ് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ പോർട്ടേഴ്സ് 5 ഫോഴ്സ് എന്ന ഹെഡിങ് എഴുതി വെക്കേണ്ട, പകരം ഫസ്റ്റ് ഹെഡിങ് കോമ്പറ്റീറ്റീവ് റൈവൽറി ഹൈ ആണ്. നമുക്കറിയാം ഡാർലാൻഡിൽ ഓൾറെഡി ടോപ്പ് 5 ഒരാളാണ് നമ്മൾ. അവിടെ കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ടേക്ക് ഓവേഴ്സ് ആൻഡ് ബൈ ഔട്ട്സ് അല്ലെ. ഇപ്പൊ കോമ്പറ്റീറ്റീവ് റൈവൽറി എന്തായാലും ഹൈ ആണ്. വാട്ട് അബൌട്ട് ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ്? പുതിയ ആളുകൾ വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? പുതിയ ആളുകൾ വരുന്ന ത്രെറ്റ് മോഡറേറ്റ് എന്ന് എഴുതാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിന്റ് മീഡിയയിലോട്ട് ഇനി ആരും കടന്നു പോകണമെന്നില്ല. കാരണം പ്രിന്റ് മീഡിയ ഡിക്ലൈൻ ആണെന്നുള്ളത് പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും കാണാൻ കഴിയുന്ന കാര്യമാണ്. ആരും പ്രിന്റ് ചെയ്ത അല്ലെ സസ്റ്റൈനബിലിറ്റി, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ, കൺസ്യൂമേഴ്സ് ഒക്കെ കുറച്ചുകൂടെ സസ്റ്റൈനബിലിറ്റി ഓറിയന്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റീഡേഴ്സിനൊന്നും ചിലപ്പോൾ പ്രിന്റ് മീഡിയ അവർ പ്രിഫർ ചെയ്യണമെന്നില്ല. പ്രിന്റിന്റെ ഇത്രയും ഡിക്ലൈനും നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്ട്രക്ചറൽ ഡിക്ലൈൻ ഇൻഡസ്ട്രി നടക്കുമ്പോൾ ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസസ് വെരി ലോ ഇൻ പ്രിന്റ് മീഡിയ ബട്ട് ഹയർ ഇൻ ഡിജിറ്റൽ. ഡിജിറ്റൽ മീഡിയയിലേക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ കോണ്ടന്റ് പബ്ലിഷ് ചെയ്യാൻ ഒരുപാട് ഓതേഴ്സും വേറെ കുറെ കോസ്റ്റും കാര്യങ്ങളും വരുന്നില്ല. പ്രിന്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ ആലോചിക്കേ, ഒരു സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ ഹബിന്റെ ആവശ്യമില്ല. 8 മാഗസിൻസ് അല്ലെ, 300 മാഗസിൻസ് റൺ ചെയ്യാൻ 8 ഓഫീസസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഒരുപാട് ഓഫീസ് സ്പേസും ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരുപാട് ഓവർ ഹെഡ്സ് അവിടെ കട്ട് ഡൗൺ ചെയ്യാം. സോ ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ് ഇൻ ഡിജിറ്റൽ ഇസ് വെരി ഹൈ. ബാർഗൈനിങ് പവർ ഓഫ് സപ്ലയേഴ്സ്. നമ്മുടെ സപ്ലയേഴ്സ് ഇവിടെ ആരൊക്കെയെന്ന് പറഞ്ഞാൽ, നമുക്ക് പേപ്പർ തരുന്നവരുണ്ട്. പേപ്പർ തരുന്നവരുടെ കേസിൽ നമുക്ക് പറയാം ബാർഗൈനിങ് പവർ ഇസ് ലെസ് ബിക്കോസ് വി ക്യാൻ സ്വിച്ച് ടു അതർ പേപ്പർ സപ്ലൈസ്. കാരണം നമ്മൾ ഒന്നിലധികം പേപ്പർ സപ്ലൈസിന്റെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങുന്നതായിട്ട് പറയുന്നുണ്ട്. ഹവർ ഡിജിറ്റൽ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോം എന്ന സപ്ലയർ, നമുക്ക് ഈ സോഫ്റ്റ്വെയർ തരുന്ന ആൾ, ഡിജിറ്റൽ മീഡിയയിൽ സോഫ്റ്റ്വെയർ, നമ്മുടെ കോണ്ടന്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയർ തരുന്ന ആള് ഒരാളേ ഉള്ളൂ. അയാളുടെ ബാർഗൈനിങ് പവർ ഭയങ്കര ഹൈ ആണ്. ആൻഡ് വി ഹാവ് ബിൻ യൂസിങ് ദ സെയിം, നമ്മൾ അയാളെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വി ഹാവ് ബിൻ യൂസിങ് ദ സെയിം സപ്ലയർ ഫോർ മെനി നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, അപ്പോ അവിടെ ഒരു സ്വിച്ച് ചെയ്യാനുള്ള സിനാരിയോസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ബാർഗൈനിങ് പവറും ഓരോ ആൾക്കാരെ സംബന്ധിച്ച് ഓരോന്നാണ്. ഫ്രീലാൻസ് ഓതേഴ്സ്, ഓക്കെ, അവരെ നമുക്ക് സപ്ലയർ ആയിട്ട് കാണാം. കോണ്ടന്റ് തരുന്നവരാണല്ലോ ഫ്രീലാൻസ് ഓതേഴ്സ്. എന്താ അവസ്ഥ അവരുടെ കേസിൽ? അവരുടെ ബാർഗൈനിങ് പവർ, ഇത്രയും കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് എക്സ്പേർട്സ് ആയിട്ടുള്ള ഫ്രീലാൻസ് ഓതേഴ്സ്, അവരുടെ ബാർഗൈനിങ് പവർ ഹൈ ആണ്. കാരണം നമ്മളല്ലെങ്കിലും അവർക്ക് വേറെയും അല്ലെ ആൾക്കാർ, അവരുടെ ഇൻട്രസ്റ്റ്, മെസ്സേജ് സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ടോപ്പ് 5 ഒരാളാണ് നമ്മൾ, വേറെയും 4 ടോപ്പ് പ്ലേയേഴ്സ് ഉണ്ട്. റൈറ്റ്. ബാർഗൈനിങ് പവർ ഓഫ് ബയേഴ്സ്, സബ്സ്ക്രൈബേഴ്സിന്റെ കേസിൽ ബാർഗൈനിങ് പവർ സൂപ്പർ ഹൈ ആവും. എന്തുകൊണ്ടാ? നമ്മളല്ലെങ്കിൽ മെർസെ അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയയിൽ ഫ്രീ കോണ്ടന്റ് കിട്ടും അല്ലെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വീഡിയോസും മൾട്ടിമീഡിയ ഇന്റഗ്രേഷനും ഉള്ള ഡിജിറ്റൽ കോണ്ടന്റ് ഇന്നിപ്പോ അവൈലബിൾ ആണ്. മെർസെ തന്നെ ആയിട്ട് റിലൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ദർ ഇസ് നോ സ്വിച്ചിങ് കോസ്റ്റ് അല്ലെ. പിന്നെ നമ്മൾ ഒന്നെങ്കിൽ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിലും ഒരു ഇയർലി സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ, അല്ലാതെ 5 വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ സ്വിച്ചിങ് കോസ്റ്റും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വെരി ഹൈ. ഫ്രീ ഓൺലൈൻ കോണ്ടന്റ്, ബ്ലോഗ്സും ഇൻഫ്ലുവൻസും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും അതേപോലെ മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ട് അട്രാക്റ്റീവ്നെസ് ഓഫ് ദി ഇൻഡസ്ട്രി ഇസ് ബേസിക്കലി ലോ. ഇൻഡസ്ട്രിയുടെ അട്രാക്റ്റീവ്നെസ് ഹൈ ആവണമെങ്കിൽ അല്ലെ, ഈ ഇൻഡസ്ട്രി നല്ലൊരു ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കണം? കോമ്പറ്റീറ്റീവ് റൈവൽറി ലോ ആയിരിക്കണം. ഇവിടെ അത് ഹൈ ആണ്. ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ് അത് മോഡറേറ്റ് എന്ന രീതിയിൽ പറയാം, കാരണം പ്രിന്റിലും ഡിജിറ്റലും രണ്ടാണ്. ബാർഗൈനിങ് പവർ ഓഫ് സപ്ലയേഴ്സ്
ലോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വന്നിട്ട് സപ്ലൈസിന്റെ അടുത്ത് നമ്മൾക്ക് ബാർഗനിങ് പവർ എക്സേർട്ട് ചെയ്യാം. ബാർഗനിങ് പവർ ഓഫ് ബയേഴ്സ് ലോ ആയിരിക്കണം. ഇവിടെ അതൊക്കെ നേരെ തിരിച്ചാണ്. അതുകൊണ്ട് നമുക്ക് പറയാം അട്രാക്റ്റീവ്നെസ് ഓഫ് ഇൻഡസ്ട്രി ഈസ് ലോ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് എക്സാമിന് നിങ്ങളോട് ഒരു എൻവയോൺമെന്റൽ റിപ്പോർട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ESG പൊസിഷനിങ് എന്നോ സസ്റ്റൈനബിലിറ്റി ഇനീഷ്യേറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ, CSR ഇനീഷ്യേറ്റീവ്സിനെ പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടേക്കൊക്കെ കൊണ്ടുവരാൻ കഴിയുന്ന കുറച്ച് ജനറിക് കോണ്ടന്റ് ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ ESG ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുക. ESG എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ സോഷ്യൽ ആൻഡ് ഗവേണൻസ്. ESG റിപ്പോർട്ടിംഗ്, എൻവയോൺമെന്റൽ സോഷ്യൽ ആൻഡ് ഗവേണൻസ് റിപ്പോർട്ടിങ്ങിനെയാണ് ESG എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ഫ്രെയിംവർക്ക് യൂസ്ഡ് ബൈ ഇൻവെസ്റ്റേഴ്സ്, regulators and stakeholders to assess how responsibility and sustainability a company operates beyond just financial performance. Financial performance ഉപരി നോൺ ഫിനാൻഷ്യൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഏതൊക്കെയാ? എൻവയോൺമെന്റ്, സോഷ്യൽ ഗവേണൻസ്. ഈ 3 ആസ്പെക്ടിനെ ബേസ് ചെയ്തിട്ട് മാത്രം എത്രത്തോളം നല്ല രീതിയിൽ കമ്പനി പെർഫോം ചെയ്യുന്നു എന്ന് മെഷർ ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ് ESG റിപ്പോർട്ടിംഗ്. ഓക്കെ, സോ എൻവയോൺമെന്റിന്റെ കേസിൽ മെർസിയുടെ പൊസിഷൻ എന്താ? മെർസി പ്രിന്റ് ഓവർ 300+ മാഗസിൻസ് ആൻഡ് ഓപ്പറേറ്റ്സ് ഇൻ ഹൗസ് പ്രിന്റിംഗ് ഫെസിലിറ്റീസ്. അങ്ങനെ പ്രിന്റ് ചെയ്യുമ്പോൾ മെർസയുടെ തന്നെ ഒരു എന്താ പറയാ ഇൻഹൗസ് പ്രിന്റിംഗ് ഫെസിലിറ്റിയാണ്. എനർജി കൺസംഷൻ ഒക്കെ പ്യുവർലി മെർസെ സ്പെസിഫിക് ആയിട്ട് തന്നെയാണ് വരുന്നത്. പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്, എനർജി കൺസംഷൻ നടക്കുന്നുണ്ട്, വാട്ടർ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ക് യൂസ് ചെയ്യുന്നുണ്ട്, കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെ, ഈ ഒരു ഇൻഡസ്ട്രിയിൽ മാഗസിൻ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഇതൊക്കെയാണ്. സോ എനർജി കൺസംഷൻ എന്നതൊരു KPI ആണ്, ഇൻഡിക്കേറ്റിംഗ് എൻവയോൺമെന്റ് ഇമ്പാക്ട് മെറ്റീരിയൽ. ഹവർ ഡിക്ലൈനിങ് പ്രിന്റ് വോളിയംസ് ഹാവ് റെഡ്യൂസ്ഡ് എനർജി കൺസംഷൻ ഇൻ റീസെന്റ് ഇയേഴ്സ്. അതൊരു എൻവയോൺമെന്റൽ സൈഡിൽ എഫിഷ്യൻസി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. പേപ്പർ സോഴ്സ് ചെയ്യുന്ന സമയത്ത് സസ്റ്റൈനബിലിറ്റി, വേസ്റ്റ് ജനറേഷൻ റെഡ്യൂസ് ചെയ്യാനും കാർബൺ എമിഷൻ ഫ്രം ഡിസ്ട്രിബ്യൂഷൻ, ഈ റീഡേഴ്സിന്റെ അടുത്തേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്തുള്ള കാർബൺ എമിഷൻ കുറയ്ക്കാൻ നോക്കണം. ഇതൊക്കെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലൂടെ പോസിബിൾ ആണെന്നുള്ളതാണ്. ദെൻ ക്ലൈമറ്റ് റിലേറ്റഡ് സപ്ലൈ ഡിസ്റപ്ഷൻസ്. ഒരു ഫ്ലഡ് വന്നാലൊന്നും ഓപ്പറേഷൻസ് ഡിസ്റ്റർബ് ആവില്ല ഡിജിറ്റൽ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സിമിലർലി സോഷ്യൽ സിനാരിയോയിൽ പറയുമ്പോൾ എന്തൊക്കെയാണ്? ആക്യുറസി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് കണ്ടന്റ്, അവോയ്ഡൻസ് ഓഫ് മിസ്ഇൻഫർമേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് റീഡർ ഡാറ്റ, എംപ്ലോയി വെൽഫെയർ ആൻഡ് ടേൺ ഓവർ, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്. ഇതൊക്കെയാണ് ഒരു മേജർ സോഷ്യൽ എലമെന്റ്സ്. ഇതിൽ കറന്റ്ലി നമ്മൾ ഫേസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലുള്ള ഒരു പൊട്ടൻഷ്യൽ റിസ്ക് ആയിട്ട് ഓൾറെഡി നമ്മൾ ഇന്നലെ കണ്ടതാണ് പ്രൊഡക്ഷൻ ഓഫ് പുവർ കോണ്ടന്റ്, ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റ് നമ്മുടെ മാഗസിനിൽ പബ്ലിഷ് ചെയ്യുന്ന സിനറി. ഈവൻ ദോ ഒരുപാട് ലെയേർഡ് ഇന്റേണൽ കൺട്രോൾസ് ഉണ്ട്, എഡിറ്റോറിയൽ പ്രോസസ് ഒക്കെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹ്യൂമൻ എറേഴ്സ് കൊണ്ടൊക്കെ ഈ രീതിയിൽ സംഭവിക്കാം. ഗവേണൻസിന്റെ സൈഡിൽ നിന്നല്ല പറഞ്ഞതാണ് അല്ലെ. ഏറ്റവും നല്ല ഒരു ഗവേണൻസ് സിസ്റ്റമാണ് കറന്റ്ലി നമുക്കുള്ളത്. 50% NEDs ആൻഡ് 50% EDs, സെപ്പറേറ്റ് ചെയർ ആൻഡ് CEO റോൾസ്, സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് എല്ലാം പ്രോപ്പർലി മാപ്ഡ് ആണ്. ഓഡിറ്റ്, റെമ്യൂണറേഷൻ, നോമിനേഷൻ പ്ലസ് റിസ്ക് കമ്മിറ്റി ഈവൻ ദോ മാൻഡേറ്ററി അല്ലെങ്കിലും ഇപ്പൊ ഗവേണൻസ് സൈഡ് നല്ലതാണ്. അപ്പൊ ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി ESG പൊസിഷൻ കറന്റ്ലി സ്ട്രോങ് ആണ്. ഇനി സസ്റ്റൈനബിലിറ്റി സ്പെസിഫിക് ആയിട്ട് പറയാനാണെങ്കിൽ, എൻവയോൺമെന്റ് സ്പെസിഫിക് ആയിട്ട് പറയാനാണെങ്കിൽ പ്രിന്റ് വോളിയംസ് ഒക്കെ റെഡ്യൂസിങ് ആയതുകൊണ്ട് കറന്റ്ലി ESG പൊസിഷൻ ഈസ് ഗെറ്റിംഗ് ബെറ്റർ, വിച്ച് ഇസ് എവിഡന്റ് ഫ്രം ദ റിഡക്ഷൻ ഇൻ എനർജി കൺസംഷൻ എന്നൊക്കെ പറയാം അല്ലെ. ഇനി സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to operating the business in a way that meets present needs without compromising future generation. അല്ലെ, ഫ്യൂച്ചർ ജനറേഷനിലുള്ള റിസോഴ്സസുകളൊന്നും എന്താ പറയാ കോംപ്രമൈസ് ചെയ്യാതെ എന്നാൽ ഇപ്പോഴുള്ള റീഡേഴ്സിന്റെയും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും നീഡ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോ സസ്റ്റൈനബിലിറ്റി സംസാരിക്കുന്നതും 3 ഡയമെൻഷനെ ബേസ് ചെയ്തിട്ടാണ്. വൺ ഇസ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, അത് വൺ ഇസ് ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ പ്രോഫിറ്റ്, സസ്റ്റെയിൻ ചെയ്ത് പോവുക, റെപ്യൂട്ടേഷൻ സസ്റ്റൈനബിലിറ്റി. ഓക്കെ, ദെൻ അപ്പോൾ ഈ 3 കേസിൽ ഡയമെൻഷൻസിലായിട്ട് നമുക്ക് സസ്റ്റൈനബിലിറ്റി റെഫർ ചെയ്യാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, ഇവാലുവേഷൻ ടു ബി ഡൺ വെൻ അക്വയറിംഗ് അനദർ പബ്ലിഷർ. ക്വസ്റ്റ്യനിൽ മറ്റൊരു പബ്ലിഷറിനെ നമ്മൾ അക്വയർ ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് തരുന്നതെങ്കിൽ, ഓക്കെ, നമ്മൾ പഠിച്ച മോഡൽ ഏതാ? SFA ഫ്രെയിംവർക്ക് ആണ്. പെട്ടെന്ന് നമുക്ക് പുതിയൊരു സ്ട്രാറ്റജി ആയിട്ട് കമ്പനി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ SFA ഫ്രെയിംവർക്കിലേക്ക് ആയിരിക്കും ഡയറക്ട്ലി ജമ്പ് ഇൻ ചെയ്യുക. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, SFA ഫ്രെയിംവർക്ക് ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾ എഴുതുമ്പോൾ സ്യൂട്ടബിലിറ്റി എന്നൊരു ഹെഡിങ്ങും ഫീസിബിലിറ്റി എന്നൊരു ഹെഡിങ്ങും അക്സെപ്റ്റബിലിറ്റി എന്നൊരു ഹെഡിങ്ങിലേക്കും മാത്രമായിട്ട് നിങ്ങളുടെ കോണ്ടന്റ് ലിമിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ടോട്ടലി സ്റ്റക്ക് ആണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ ഫ്രെയിം ചെയ്യാൻ ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം SFA ഫ്രെയിംവർക്കിലേക്ക് പോയാൽ മതി. അത് അവിടെ ഒരു ഫ്രെയിംവർക്ക് ആയിട്ട് മാറുന്നുണ്ട്.
ഓക്കെ, അതല്ലാതെ മെർസെ കമ്പനിയെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസീനിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പുതിയൊരു നമ്മുടെ ടാർഗറ്റ് കമ്പനി അത് വരുന്നതോടുകൂടെ നമ്മുടെ ഡിജിറ്റൽ പ്രസൻസ് കൂടുമോ എന്നുള്ളത് ഒരു പാരഗ്രാഫിൽ എഴുതാം. പുതിയ ഓഡിയൻസിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുമോ അടുത്ത പാരഗ്രാഫിൽ എഴുതാം. പുതിയ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സംസാരിക്കുന്ന ലെഷർ സബ്ജക്ട്സിൽ പെടാതെ പുതിയൊരു സബ്ജക്റ്റിലുള്ള മാഗസിൻസ് പബ്ലിഷ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മൾ അക്വയർ ചെയ്യുന്നതെങ്കിൽ ന്യൂ ഓഡിയൻസ് സെഗ്മെന്റ് ആണ്. വെദർ ഇറ്റ് ഇംപ്രൂവ്സ് അഡ്വർടൈസിങ് അട്രാക്റ്റീവ്നെസ്, അഡ്വർടൈസേഴ്സ് ഒക്കെ അട്രാക്റ്റഡ് ആവുന്ന എന്തെങ്കിലും കോണ്ടന്റ് ഒക്കെയാണ് നമ്മുടെ ടാർഗറ്റ് കമ്പനി സ്ഥിരമായിട്ട് പബ്ലിഷ് ചെയ്യാറുള്ളതെങ്കിൽ അപ്പോഴാണ് സ്ട്രാറ്റജിക് ഫിറ്റ് എന്ന് പറയും. അപ്പൊ ഈ സ്ട്രാറ്റജിക് ഫിറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് യൂഷ്വലി നമ്മൾ സ്യൂട്ടബിലിറ്റി എന്ന കോണ്ടന്റിന്റെ കീഴിൽ നമ്മൾ പറയാറുള്ളത്. അപ്പൊ സ്യൂട്ടബിലിറ്റിയിൽ കറന്റ് പ്രോബ്ലം അഡ്രസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ അപ്പം അത് മാത്രം എഴുതി കഴിഞ്ഞാൽ സ്യൂട്ടബിലിറ്റി കഴിഞ്ഞു. പിന്നെ ഫീസിബിലിറ്റിയിൽ നമുക്ക് ഇത് അക്വയർ ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടോ എന്നുള്ളതാണ്. അക്സെപ്റ്റബിലിറ്റി, വെദർ ദിസ് ഇസ് അക്സെപ്റ്റബിൾ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ 3-4 പാരഗ്രാഫ്സിലേക്ക് ലിമിറ്റഡ് ആയി പോകും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ ഇതല്ലാത്ത രീതിയിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ്, നമ്മുടെ റവന്യൂ ട്രെൻഡ്സും ഓപ്പറേറ്റിംഗ് മാർജിൻ, ക്യാഷ് ഫ്ലോ ജനറേഷൻ, ഡെറ്റ് ലെവൽസ്, അതായത് ടാർഗറ്റ് കമ്പനിയുടെ ഡെറ്റ് ഒക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ നമ്മൾ വെറുതെ അക്വയർ ചെയ്യാൻ നിൽക്കേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് വാല്യൂ കുറയണം. ഏർണിംഗ് സ്റ്റെബിലിറ്റി, കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടോ. തേർഡ് വൺ, കൾച്ചറൽ ആൻഡ് ഓപ്പറേഷൻ ഇന്റഗ്രേഷൻ. രണ്ട് കമ്പനിയെയും കൾച്ചറൽ വെബ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് നമ്മൾ 60 ഇയേഴ്സ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കംഫർട്ട് സോണും കാര്യങ്ങളും ഉണ്ടാകും. ആ ഒരു കൾച്ചർ ആയിരിക്കണം എന്നില്ല ടാർഗറ്റ് കമ്പനി. ചിലപ്പോൾ ഒരു പുതിയ കമ്പനി ആയിരിക്കാം, പെട്ടെന്ന് ഗ്രോ ചെയ്തെത്തിയ ഒരു കമ്പനി ആയിരിക്കാം. അപ്പോൾ കൾച്ചറലി അത് ഫിറ്റ് ആയിരിക്കില്ല. ESG, നമ്മൾ നല്ല രീതിയിൽ ESG പൊസിഷൻ ചെയ്ത് നിന്നിട്ട് ടാർഗറ്റ് കമ്പനി അതിനനുസരിച്ചുള്ള ESG പൊസിഷനിങ് ഒന്നും ഇല്ലാത്ത ഒരു കമ്പനിയാണ്. സസ്റ്റൈനബിലിറ്റി ഇനിഷ്യേറ്റീവ്സ് ഒന്നും ഇല്ലാതെ ഇപ്പോഴും ഒരുപാട് എമിഷൻസ് ഒക്കെ വരുത്തുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, സസ്റ്റൈനബിൾ സോഴ്സസ് അല്ലാതെ പേപ്പർ ഒക്കെ സോഴ്സ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ നമ്മുടെ റെപ്യൂട്ടേഷൻ ഒരിക്കലും അലൈൻഡ് ആവില്ല, സിനർജി ഉണ്ടാവില്ല. അപ്പൊ ഇത് മൾട്ടിപ്പിൾ പാരഗ്രാഫ്സിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ ഞാൻ ജസ്റ്റ് തന്നിരിക്കുന്ന സിനാരിയോ വെച്ചിട്ടൊന്ന് ഓവർ റീഡ് ചെയ്തതാണ്. ഓക്കെ, എക്സാമിന് നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ പാരഗ്രാഫ്സും കോണ്ടന്റും ബ്രിങ് ഔട്ട് ചെയ്യാൻ നല്ലത്, റാദർ ദാൻ റിലൈയിങ് ഓൺ അവർ ട്രഡീഷണൽ SFA ഫ്രെയിംവർക്ക്. SFA ഫ്രെയിംവർക്ക് സിലബസിലുള്ള ഒരു കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി തരുന്ന സമയത്ത് അത് തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ജനറൽ ആയിട്ടുള്ള കോണ്ടന്റ് ആയിരിക്കും കുറച്ചുകൂടെ നന്നാവുക. ഓക്കെ, ആൻഡ് ദെൻ ഇമ്പാക്ട് ഓൺ സിനർജി. നോക്കി, സിനർജി എന്തായിരുന്നു? 1+1=3 എന്നുള്ളതാണ് ബേസിക്കലി സിനർജി പറയുന്നത്. അല്ലെങ്കിൽ 1+1=11. ഒന്നും കൂടിയ 2 എന്നുള്ളതല്ല അല്ലെ. ഇക്കണോമി സ്കെയിലൊക്കെ അച്ചീവ് ചെയ്യും. കാരണം നമുക്ക് പ്രിന്റിംഗ് ഉണ്ട്. പ്രിന്റിംഗ് മെഷീൻ ഇല്ലാത്ത ഒരുപാട് പബ്ലിഷ് ചെയ്യുന്ന ഒരു ടാർഗറ്റ് കമ്പനിയാണ് നമ്മൾ അക്വയർ ചെയ്യുന്നതെങ്കിൽ വി കൻ അച്ചീവ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ, ഷെയർഡ് പ്രിന്റിംഗ് ഫെസിലിറ്റീസ്, അഡ്വർടൈസിംഗ് സെയിൽസ് ടീം കമ്പൈൻ ചെയ്യാം, ക്രോസ് പ്രൊമോഷൻ ഓഫ് മാഗസിൻസ്. ഒരു മാഗസിനിൽ നമ്മുടെ മാഗസിനെ പറ്റിയിട്ട്, നമ്മുടെ മാഗസിനിൽ അവരുടെ മാഗസിനെ പറ്റിയിട്ട് പ്രൊമോട്ട് ചെയ്യാം. ഷെയർ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ സബ് പ്ലാറ്റ്ഫോമിനേക്കാളും കുറെ കൂടെ അഡ്വാൻസ്ഡ് അനലിറ്റിക്സ് ഒക്കെ ഉള്ള പ്ലാറ്റ്ഫോം ആണെങ്കിൽ വി കൻ ഡെഫിനറ്റ്ലി കൺസിഡർ അക്വയറിംഗ് എ ടാർഗറ്റ് കമ്പനി. ഓക്കെ, ആൻഡ് ദെൻ ഇമ്പാക്ട് ഓൺ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ. കറന്റ്ലി ഈ ഒരു അക്യൂസിഷൻ നടന്നു കഴിഞ്ഞാൽ EPSന്റെ ഇമ്പാക്ട് എന്താണ്, പ്രോഫിറ്റ് മാർജിന്റെ ഇമ്പാക്ട് എന്താണ്, റിസ്ക് പ്രൊഫൈൽ എത്രത്തോളം മാറി. ഓക്കെ, ഇതൊക്കെയാണ്. ഇഫ് ദ അക്യൂസിഷൻ ഇൻക്രീസസ് ഡെറ്റ് സിഗ്നിഫിക്കൻറ്റ്ലി, or if it reduces EPS in short term without credible long term benefit, അവിടെ ഇൻവെസ്റ്റർ റെസിസ്റ്റൻസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ലാസ്റ്റ് വൺ, വെരി ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദി ഡേ, വിച്ച് ഇസ് ഡേറ്റ അനലിറ്റിക്സ്. ഓക്കെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സിലബസിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന സമയത്ത് എക്സാമിന് വന്നേക്കാവുന്ന പൊട്ടൻഷ്യൽ ടാസ്ക് എന്ന് പറഞ്ഞ് എഴുതിയ സമയത്ത് തോന്നിയൊരു കാര്യമാണ് ഇത് കൊണ്ടുവന്നത്. ഇത് SFA ഫ്രെയിംവർക്ക് ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചത്. ഇത് മാത്രമല്ല, ഇത് പ്ലസ് നമ്മുടെ ടാസ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് അതൊക്കെ കൊണ്ടുവരാം കേട്ടോ. ടാസ്കിൽ ഒരുപാട് കാര്യങ്ങൾ, സിനാരിയോസ് ഉണ്ടാവല്ലോ, എക്സാം ഡേയിൽ അവൈലബിൾ ആയിട്ട് ടാസ്കിലുള്ള കാര്യങ്ങൾ എന്തായാലും കൊണ്ടുവരും. ഓക്കെ, ലാസ്റ്റ് വൺ, ഡേറ്റ അനലിറ്റിക്സിലേക്ക് പോവാണ്. ഒരു മിനിറ്റ്, ഒരു 1-2 ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. എല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആണോ ആൻസർ എഴുതണ്ടേ? ആൻസർ നമ്മൾ യൂഷ്വലി എഴുതുന്നത് ഇതുപോലെയാണ്. ഒരു സബ് ഹെഡിങ് കൊടുക്കുക, ദെൻ എന്ത് ചെയ്യുക, ഷോർട്ട് പാരഗ്രാഫ്സ് ആക്കി എഴുതുക. ഓക്കെ, ഇതാണ് ഒരു ആൻസർ എങ്ങനെ എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുള്ളറ്റ് പോയിന്റ്സിൽ ഉപയോഗിക്കാൻ പാടില്ല. ബുള്ളറ്റ് പോയിന്റ്സ് നമ്മൾ എവിടെ ഉപയോഗിക്കാനുള്ളൂ? ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയ ഒരു കോണ്ടന്റ് ആണ്. ബുള്ളറ്റ് പോയിന്റ്സ് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ലൈഡ്സിൽ മാത്രമാണ്, അതല്ലാത്ത എല്ലാ കേസിലും സബ് ഹെഡിങ്സ് ആൻഡ് ഷോർട്ട് പാരഗ്രാഫ്സ്. ഓക്കെ, പിന്നെ
ഒരു ഡൗട്ട് ഉണ്ട്, ഷോർട്ട് ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫിനാൻഷ്യൽ, അതെ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് SFA ഫ്രെയിംവർക്ക് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫർദർ സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ എന്നും നോൺ ഫിനാൻഷ്യൽ എന്നും പറഞ്ഞുകൊണ്ട് ഫിനാൻഷ്യൽ എലമെന്റ്സിനെ സ്പ്ലിറ്റ് ചെയ്യാം, നോൺ ഫിനാൻഷ്യൽ എലമെന്റ്സിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അൾട്ടിമേറ്റ്ലി എക്സാമിനർ നോക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്ന പോയിന്റ് ഈ ഒരു ക്വസ്റ്റ്യൻ റിക്വയർമെന്റിനോട് ലോജിക്കൽ ആണോ എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ എക്സാമിനർ തന്നെ പറയുകയാണ് നിങ്ങളോട് ഇന്ന മോഡൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് ആ മോഡൽ ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഏത് ജനറൽ ആൻസേഴ്സും വാലിഡ് ആണ്, പ്രൊവൈഡഡ് ദാറ്റ് എക്സാമിനർ ക്യാൻ റിസണേറ്റ് ഇറ്റ്, പ്രൊവൈഡഡ് ദാറ്റ് യുവർ ആൻസർ ഇസ് ലോജിക്കൽ. ലോജിക്കൽ എന്ന് പറഞ്ഞാൽ സിനാരിയോയിലേക്ക് അപ്ലിക്കബിൾ ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് എഴുതുക. നിങ്ങളൊരു ഒരു നോർമൽ ബിസിനസ് ആയിട്ട്, നിങ്ങൾ റൺ ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ട് തന്നെ കാണാം. ദെൻ ഡേറ്റ അനലിറ്റിക്സ്. ഡേറ്റ അനലിറ്റിക്സ് എപ്പോഴും ഒരു ടെക്നോളജി ബേസ് ചെയ്ത്, AI അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളതാണ്. കറന്റ് ക്വസ്റ്റ്യൻ സിനാരിയോ വെച്ചിട്ട് ഡേറ്റ അനലിറ്റിക്സിന്റെ കാര്യമാണ് സിനാരിയോയിൽ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ അനലിറ്റിക്സിനെ പറ്റി സംസാരിക്കുന്നത്. ഓക്കെ, മെർസെ ഓൾറെഡി ട്രാക്സ് കീ മെട്രിക്സ് സച്ച് ആസ് റവന്യൂ, സബ്സ്ക്രൈബേഴ്സ്, ഇൻഫർമേഷൻ, വെബ്സൈറ്റ് വിസിറ്റേഴ്സ്, എനർജി കൺസപ്ഷൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ബേസിക് ഡേറ്റ അനലിറ്റിക്സ് ആണ്. ഇനി നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന്റെ ഏതൊക്കെ മാഗസിൻസ് ആണ് അവർ കളക്ട് ചെയ്യുന്നത്, പേയ്മെന്റ് ഇൻഫർമേഷൻ, ഇങ്ങനെ കുറച്ച് ഏറ്റവും ബേസിക് ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ദർ ഇസ് നോ ക്ലിയർ എവിഡൻസ് ഓഫ് അഡ്വാൻസ്ഡ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് ഓർ AI ഡ്രിവൺ പേഴ്സണലൈസേഷൻ. ഓക്കെ, അഡ്വാൻസ് പ്രിഡിക്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ചേൺ പ്രിഡിക്ഷൻ ഒക്കെയാണ്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു റീഡർ, ഒരു സബ്സ്ക്രൈബർ, അയാൾ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്താലോ എന്നാലോചിക്കുക. അയാൾ കുറച്ച് കാലമായിട്ട് ഇത് ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് അയാൾ എപ്പോഴോ ഇതെടുത്തിട്ട് പേയ്മെന്റ് പേജിലേക്കൊക്കെ പോയിട്ട് ഇത് സ്റ്റോപ്പ് സബ്സ്ക്രിപ്ഷൻ എന്ന രീതിയിലൊക്കെ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഒരു തവണയൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി ഹി ഈസ് അബൌട്ട് ടു ക്യാൻസൽ എന്ന്. ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലെ, അയാൾ ആ പേജിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഈസിലി ട്രാക്കബിൾ ആണ്. അതിനനുസരിച്ച് അയാളോട് എന്ത് ചെയ്യാം, അയാൾ ഇതിനു മുന്നേ എന്ത് കോണ്ടന്റുകളായിരുന്നു ഇഷ്ടപ്പെട്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിലുള്ള കോണ്ടന്റ് മുന്നോട്ടേക്ക് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇവിടെ മെർസിയുടെ കേസിൽ ഡേറ്റ അനലിറ്റിക്സ് എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഫസ്റ്റ് വൺ, സബ്സ്ക്രൈബർ അനാലിസിസ്. ഇപ്പൊ പറഞ്ഞ കാര്യം, അനലിറ്റിക്സ് ക്യാൻ ട്രാക്ക് ചേൺ റേറ്റ്സ്. ചേൺ റേറ്റ്സ് കുറയ്ക്കാൻ നോക്കുക. സബ്സ്ക്രിപ്ഷൻ ഡ്യൂറേഷൻ കൂട്ടാൻ നോക്കുക. സബ്സ്ക്രിപ്ഷൻ ഡ്യൂറേഷൻ. റീഡിംഗ് ബിഹേവിയർ. റീഡിംഗ് ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഇവർക്ക് വേണ്ടത്, മാഗസിൻസിന്റെ കേസിൽ ഇവർക്ക് വേണ്ടത് ഒരു കോണ്ടന്റ് വായിച്ച് തീർന്നാൽ അടുത്ത കോണ്ടന്റ് അവിടെ ഉണ്ടാവണം. ഇപ്പൊ നിങ്ങളിപ്പോ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയാണ്, നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത ഒരു വീഡിയോ കാണാൻ വേണ്ടി, ഇപ്പൊ ഒരു മൂവിയുടെ ട്രെയിലർ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ യൂട്യൂബ് എടുത്തതും നിങ്ങൾ ആ വീഡിയോ കണ്ടതും. വീഡിയോ കണ്ടു തീരുമ്പോൾ ആക്ച്വലി യൂട്യൂബ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റീവ്, അടുത്തൊരു ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ്. പക്ഷെ അവിടെ കഴിയുമ്പോഴേക്കും റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് 4 3 പിന്നെയും തമ്പനയിൽസ് ആയിട്ട് വരികയാണ്. അപ്പൊ അടുത്ത ക്ലിക്കിലേക്ക് പോവാണ്. അതാണ് അവർക്ക് വേണ്ടത്. ഹൗ മച്ച് ടൈം ദാറ്റ് യു ആർ സ്പെൻഡിങ് ഓൺ ദിസ് കൈൻഡ് ഓഫ് ഡിജിറ്റൽ കോണ്ടന്റ്സ്. ഓക്കെ, അതാണ് അവർക്ക് വേണ്ടത്. ഇനി an increase in churn indicate dissatisfaction or competitive pressure. ഒന്നെങ്കിൽ നമ്മുടെ കോണ്ടന്റ് മോശമായതുകൊണ്ടോ കോമ്പറ്റീഷൻസ് അത്രയും ഹയർ ആയതുകൊണ്ടോ ആയിരിക്കും ഇത്. യൂസിങ് പ്രിഡിക്റ്റീവ് അനലിറ്റിക്സ്, മെർസെ കുഡ് ഐഡന്റിഫൈ അഡ്രസ് സബ്സ്ക്രൈബേഴ്സ്. ആരൊക്കെയാണ് എന്താ പറയുക ക്യാൻസൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നേരത്തെ ഐഡന്റിഫൈ ചെയ്യുകയും ആൻഡ് ടേക്ക് റിട്ടൻഷൻ ആക്ഷൻ. റിട്ടൻഷൻ ആക്ഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, അവർക്ക് ഇഷ്ടപ്പെട്ട കോണ്ടന്റ് എന്തായിരുന്നു അത് ആ ടൈപ്പ് ഓഫ് കോണ്ടന്റുകൾ വളരെ സ്പെസിഫിക് ആയിട്ട് AI കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ പേഴ്സണലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെ. ഇനി നെക്സ്റ്റ് വൺ, കോണ്ടന്റ് പെർഫോമൻസ്. ഡേറ്റ ഓൺ മോസ് റീഡ്. ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പോ സേ ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ് എന്നൊരു ഇൻട്രസ്റ്റ് നിങ്ങൾ 3 4 വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ക്രിക്കറ്റ് ആയിരിക്കും. ഒരു 10 റീൽസ് നമ്മുടെ മുന്നോട്ട് വരുന്ന ഒരു 7 ക്രിക്കറ്റ് ബേസ്ഡ് റീൽസ് ആയിരിക്കും. സിമിലർലി ഫോർ ഫുട്ബോൾ, സിമിലർലി ഫോർ വാട്ട് എവർ കോണ്ടന്റ് ദാറ്റ് യു ആർ വ്യൂയിങ്. ഇതേ കാര്യം തന്നെ അത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ബേസ്ഡ് ഒക്കെ ആയിട്ടാണ് പറയുന്നത്. അത് മാറിയിട്ട് ഇൻഡസ്ട്രി ഒന്ന് മാറ്റി നോക്കിയേ. നമ്മൾ ഒരു പെർട്ടിക്കുലർ മെർസയുടെ ഒരു ഡിജിറ്റൽ കോണ്ടന്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇതേ കാര്യം വരികയാണ്. അതായത് നിങ്ങൾ വായിക്കുന്നത് ഏതെങ്കിലും ഒരു മൂവിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മൂവീസിന്റെ കാര്യങ്ങൾ തന്നെ നമ്മൾ മുന്നോട്ട് വരുന്ന രീതിയിൽ, അതാണ് റിട്ടൻഷൻ സ്ട്രാറ്റജി. ദെൻ ഡേറ്റ ഓൺ മോസ്റ്റ് റെഡ് ആർട്ടിക്കിൾസ് ആൻഡ് ടൈം സ്പെൻഡ് ഓൺ പേജസ് ഹെൽപ്പ് ഐഡന്റിഫൈ സക്സസ്ഫുൾ കോണ്ടന്റ് തീംസ്. ഏറ്റവും കൂടുതൽ ആളുകൾ സ്പെൻഡ് ചെയ്ത അല്ലെ. സോ ഹൈ എൻഗേജ്മെന്റ് സച്ച് സ്ട്രോങ് എഡിറ്റോറിയൽ അലൈൻമെന്റ്. ലോ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പൂർ കണ്ടന്റ് എന്നുള്ളതാണ്. Then analytics can improve targeted advertising and demonstrate ROI to advertisers.
അതായത് അഡ്വർടൈസിങ്, ഇത്രയും കാലം അഡ്വർടൈസിങ് പ്രിന്റ് മീഡിയയിൽ വെറുതെ ഒരു സ്പേസ് ആയിരുന്നു. ഒരു 1% ഡയലോഗ് മാത്രമായിരുന്നു, 2% ഡയലോഗ് അല്ല, വൺ സൈഡ് മാത്രമായിരുന്നു. ഇപ്പൊ നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം കൊടുക്കും, അത് കാണും, ഓക്കെ, അത് കണ്ടു, ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കി പേപ്പർ മാറ്റി വെച്ചു അല്ലെങ്കിൽ മാഗസിൻ മാറ്റി വെച്ചു എന്നത് മാറിയിട്ട് എന്താണ് ഡിജിറ്റലി വന്ന സമയത്ത് എന്താ സംഗതി? ക്ലിക്ക് ഹിയർ ടു ബുക്ക് എ കാർ, ക്ലിക്ക് ഹിയർ ടു ബുക്ക്, അല്ലെ, അല്ലെങ്കിൽ ബുക്ക് നൗ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ഇൻഫർമേഷൻ എല്ലാം ഓട്ടോമാറ്റിക്കലി ഫിൽഡപ്പ് ആയിട്ടാണ് വരുന്നത്. സെയിം കാര്യം. അപ്പൊ അഡ്വർടൈസിനെ സംബന്ധിച്ച് ROI കൂട്ടി കാണിക്കാം. സർ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്രയും, നിങ്ങളുടെ ആഡ് സ്പെൻഡിന് ഇത്രയും റിട്ടേൺ കിട്ടിയിട്ടുണ്ടെന്ന രീതിയിൽ പറയാം. ഓക്കെ. നെക്സ്റ്റ് വൺ ഓപ്പറേഷണൽ എഫിഷ്യൻസി. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എനർജി കുറയ്ക്കുക, അതേപോലെ പ്രിന്റിംഗ് ഡേറ്റ, പ്രിന്റ്സ് കുറയ്ക്കുന്ന സമയത്ത് വേസ്റ്റ് കുറയും. ഓക്കെ. സപ്പോർട്ടിങ് ബോത്ത് പ്രോഫിറ്റ് ആൻഡ് ESG ഗോൾസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ എക്സാം SBL സിലബസിലേക്ക് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ട് പ്രിസീനിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ളത്. ഇനി ബാക്കിയുള്ളത് ഇപ്പൊ ലീഡർഷിപ്പ്. ഇപ്പൊ നമ്മൾ പഠിച്ചൊരു ചാപ്റ്റർ ആണ് ലീഡർഷിപ്പ് എന്നുള്ളത്. ലീഡർഷിപ്പിൽ സിഇഒയുടെ ലീഡർഷിപ്പിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ റോൾസ് ഓഫ് ആൻ ഇഫക്റ്റീവ് ലീഡർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറെ മെഗ്രിഗർ എക്സ് തിയറി, വൈ തിയറി എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്സാമിന് നമ്മളുടെ സിഇഒയെ സ്പെസിഫിക് ആയിട്ട് അയാളുടെ ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ പഠിച്ച കാര്യങ്ങൾ ഒക്കെ കുറച്ചെങ്കിലും ഒക്കെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ആ ചാപ്റ്ററിലേക്ക് ബേസിക്കലി ഇവിടുന്ന് ഡയറക്ട്ലി ലിങ്ക് ചെയ്യാനൊന്നുമില്ല. എന്നാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന ചാപ്റ്റർ റിസ്ക് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലേക്ക് ഡയറക്ട്ലി ലിങ്ക് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ലിങ്ക് ചെയ്തു. ഓക്കെ. ഇനി ഇപ്പൊ നമ്മൾ അക്യൂസിഷന് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ജോയിന്റ് വെഞ്ചർ അപ്പോഴും ചോദിക്കാം. ജോയിന്റ് വെഞ്ചർ പോസിബിൾ ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ്. പിന്നെ ഏറ്റവും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് SWOT അനാലിസിസ്. മെർസയുടെ സ്ട്രെങ്ത് എന്താണ്, മെർസയുടെ വീക്ക്നെസ് എന്താണ്, മെർസയുടെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ത്രെറ്റ്സ് എന്താണെന്ന്. ഓക്കെ. അപ്പൊ അതിൽ സ്ട്രെങ്ത് എന്നുള്ളത് ഇന്റേണലി നമുക്കിപ്പോൾ ഉള്ളത് നല്ല ഗവേണൻസ് നമുക്കുണ്ട്. നമുക്കൊരു സ്ട്രെങ്ത്, ഒരു എക്സാമ്പിൾ, ക്വിക്ക് എക്സാമ്പിൾ പറയാണ്, നല്ല ഗവേണൻസ് ആണ്, ഗവേണൻസ് സ്ട്രക്ചർ ഇസ് ഗുഡ് എന്ന രീതിയിൽ പറയാം. നമ്മുടെ വീക്ക്നെസ് എന്താണ്? ഒരു വീക്ക്നെസ് ഒന്ന് കമന്റ് ചെയ്തേ. കറന്റ്ലി നമ്മുടെ വീക്ക്നെസ്, ഒരു എന്തെങ്കിലും ഒരു വീക്ക്നെസ്. വെരി ഗുഡ്. ടെക്നോളജി, അല്ലെ? വി ഹാവ് ബീൻ യൂസിങ് ദ സെയിം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ വളരെ കുറച്ച് അനലിറ്റിക്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതൊക്കെയാണ് വീക്ക്നെസ്. വെരി ഗുഡ്. അതായത് ഓൾറെഡി കമ്പനിക്ക് ഉള്ളിലുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ വീക്ക്നെസ് ആയിട്ട് പറയേണ്ടത്. ഓപ്പർച്യൂണിറ്റി, വാട്ട് ഇസ് ഓപ്പർച്യൂണിറ്റി സൈഡിൽ പറയാനാണെങ്കിൽ പ്രിന്റ് മീഡിയ ഡിക്ലൈനിങ് ആയിട്ട്, അതേപോലെ അപ്പുറത്ത് എന്താ സംഭവിക്കുന്നത്, ഡിജിറ്റൽ മീഡിയ ഭയങ്കര ഇൻക്രീസ് വരികയാണ്. അഡ്വർടൈസേഴ്സ് അതിലും നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിട്ട് വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി. ഓക്കെ. ത്രെഡ് സൈഡിൽ പറയാനാണെങ്കിൽ വാട്ട് ഇസ് ദ ത്രെഡ്? ഇന്റൻസ് കോമ്പറ്റീഷൻ ഇസ് ഒബ്വിയസ്ലി എ ത്രെഡ്, അല്ലെ? കുറച്ചും കൂടി ഒരു ബിഗർ പിക്ചറിലാണ് നമ്മൾ പറയുന്നത്. മെർസൈഡ് എന്ന ആസ് എ കമ്പനി സ്പെസിഫിക് അല്ല, ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും കൂടെ എടുത്തിട്ടാണ് നമ്മൾ ത്രെഡ്സ് ഒക്കെ പറയാം. ഓക്കെ. പിന്നെ സൈബർ സെക്യൂരിറ്റി ഒക്കെ ത്രെഡ് ഒക്കെ ആയിട്ട് പറയാം. അപ്പോൾ SWOT അനാലിസിസ് ഒക്കെ കുറച്ചും കൂടെ എളുപ്പമുള്ള കോണ്ടന്റ് ആയതുകൊണ്ടും എന്താ പറയാ, അതങ്ങനെ എന്താ പറയാ, ഞാൻ ഈ സ്പെസിഫിക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പ്രിസീൻ കോണ്ടന്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ബാക്കി അതല്ലാതെ ഒരു ഐഡിയ വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ പ്രിസീൻ കോണ്ടന്റ് വളരെ ലോങ്ങർ ആയി പോകും. പിന്നെ ടെക്നോളജി ആൻഡ് ഡേറ്റ അനലിറ്റിക്സ്, നമ്മൾ ഡേറ്റ അനലിറ്റിക്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, ബിഗ് ഡാറ്റയെ പറ്റിയിട്ട് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് CSRൽ നമ്മൾ അവിടെ എൻവയോൺമെന്റൽ ഫുഡ് പ്രിന്റിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, സസ്റ്റൈനബിലിറ്റി, ESG ഇനീഷ്യേറ്റീവ്സ്, ട്രിപ്പിൾ ബോട്ടം ലൈൻ റിപ്പോർട്ടിംഗ് ഒരു ടോപ്പിക് പഠിച്ച TBL ഓർക്കുന്നുണ്ടോ? ട്രിപ്പിൾ ബോട്ടം ലൈൻ, പീപ്പിൾ, പ്ലാനറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു ഓർക്കുന്നുണ്ടോ? അതൊക്കെ ESG, ഇതൊക്കെ വളരെ ലൈൻ, ഐ മീൻ റിലേറ്റ് ചെയ്ത് എഴുതാവുന്ന കോണ്ടന്റ് ആണ്, മനസ്സിലാക്കുക. ഓക്കെ. ആൻഡ് ആ ചാപ്റ്റർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. ചാപ്റ്റർ നമ്പർ 8 റിസ്ക് മാനേജ്മെന്റ് ഇസ് ഇമ്പോർട്ടന്റ്. ചാപ്റ്റർ നമ്പർ 7 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് CSR ഇസ് ഇമ്പോർട്ടന്റ്. 6 ഗവേണൻസ് ഇപ്പൊ അത്യാവശ്യം നല്ല ഗവേണൻസ് ആണ്. ഡൈവേഴ്സിറ്റിയുടെ പോയിന്റ് മാത്രമേ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളൂ. ലീഡർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് ഒരു പോയിന്റ്, ഒരു ഹിന്റും നമുക്ക് കറന്റ് അവൈലബിൾ അല്ല. ചാപ്റ്റർ നമ്പർ 4 ഫൈനാൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്ലാനിംഗ് ആണ്. അത് FM PM റിലേറ്റഡ് ആണ്. നമ്മൾ പുതിയൊരു അക്യൂസിയേഷൻ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു NPV ഒക്കെ ചെയ്യാൻ തന്നിട്ടുണ്ടാവാം, ചെയ്യാതെ അത്രേ ഉള്ളൂ. അത് നമുക്ക് എക്സാം ടാസ്കിന് കിട്ടിയാലേ നമുക്ക് അറിയത്തുള്ളൂ. ഓക്കെ. അതേപോലെ ഡിജിറ്റൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടന്നു കഴിഞ്ഞാൽ അതിലെ പേ ബാക്ക് പീരീഡും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ. അപ്പൊ ആ രീതിയിലുള്ള ഒരു ബേസിക് PMFM നോളജ് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുക. പിന്നെ ഇന്നോവേഷൻ, പെർഫോമൻസ് എക്സലൻസ് ആൻഡ് ചേഞ്ച് മാനേജ്മെന്റ്. ചേഞ്ച് മാനേജ്മെന്റ് ഒരു വളരെ പൊട്ടൻഷ്യൽ ടോപ്പിക് ആണ്. കാരണം പ്രിന്റിൽ നിന്ന് ഡിജിറ്റലിലേക്കുള്ള ഒരു ചേഞ്ച് ത്രൂ ഔട്ട് ദ ക്വസ്റ്റ്യനിൽ കാണുന്നുണ്ട്. അപ്പൊ ചേഞ്ച് മാനേജ്മെന്റ് എന്നുള്ളതും ഒരു പൊട്ടൻഷ്യൽ ടോപ്പിക് ആണ്.
ചാപ്റ്റർ നമ്പർ 2 ഓൾറെഡി പറഞ്ഞു. ചാപ്റ്റർ നമ്പർ 1 സ്ട്രാറ്റജിയിൽ നമ്മൾ പെസ്റ്റൽ പറഞ്ഞു, പോർട്ടേഴ്സ് ഫൈഫോസ് പറഞ്ഞു, അക്യൂസിഷൻ ജോയിന്റ് വെഞ്ചർ സിനാരിയോസ് പറഞ്ഞു, അതേപോലെ സ്വോട്ട് അനാലിസിസ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ പഠിച്ചു. ഡൈവേഴ്സിഫിക്കേഷൻ, ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ കാര്യമില്ല, ഡാർലാൻഡിൽ മാത്രമാണ് നമ്മൾ. ഓക്കെ, ഇനി എക്സാമിന് തന്നേക്കാവുന്ന, ഇപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് എക്സാമിന് വന്നേക്കാവുന്ന പൊട്ടൻഷ്യൽ ടാസ്ക് ആണ്. ഓക്കെ, ഇത് വളരെ ഇതും തന്നെ ഒന്ന് വിശ്വസിച്ചിരിക്കേണ്ട നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ഇപ്പൊ നമ്മൾ പഠിച്ച പ്രിസീൻ കോണ്ടന്റും അതിന്റെ എക്സ്പ്ലനേഷൻ നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളെ കൊണ്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ഫോർ ന്യൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, നമ്മൾ ഈ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോം മാറുകയാണ്. അക്യൂസിഷൻ ഓർ മെർജർ, ജോയിന്റ് വെഞ്ചർ വിത്ത് അനദർ പബ്ലിഷർ, റിസ്ക് ആൻഡ് മിറ്റിഗേറ്റിംഗ് ആക്ടിവിറ്റി, സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ്, ESG പൊസിഷനിങ് ആൻഡ് സസ്റ്റൈനബിലിറ്റി, എത്തിക്കൽ ഡിലേമ സിനാരിയോസ്. എത്തിക്കൽ ഡിലേമ സിനാരിയോസ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കോൺഫ്ലിക്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്ട്. റീഡേഴ്സിന് വേണ്ടി നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ കോസ്റ്റ് കൂടാതെ അപ്പൊ ഇൻവെസ്റ്റേഴ്സിനെ ബാക്കോട്ട് വെക്കുക. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ കാര്യത്തിൽ മിഷൻ സ്റ്റേറ്റ്മെന്റ്സിലോ CSR സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് പറഞ്ഞതിനോട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സിനാരിയോസ് നടക്കുകയാണ്. സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ സപ്ലയർ സസ്റ്റൈനബിൾ സോഴ്സസിൽ നിന്നാണ് പേപ്പർ സോഴ്സ് ചെയ്യുന്നത് എന്ന് നമ്മൾ അനൗൺസ് ചെയ്തിട്ട് അങ്ങനെ അല്ലാത്തൊരു സപ്ലയറുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പേപ്പർ കറന്റ് ചെയ്തുകൊണ്ടിരുന്നത്, കോസ്റ്റ് മാത്രം നോക്കിയിട്ട്. അതൊക്കെയാണ് എത്തിക്കൽ ഡിലേമ സിനാരിയോസ്. ഓക്കെ, അതൊക്കെ ഒരു പരിധി കൂടുതൽ നമുക്ക് ഇത് ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് എന്താണ് ടാസ്ക് എന്നുള്ളത് നമുക്ക് എക്സാമിന്റെ അന്നേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ചില സ്റ്റുഡൻസ് ഉണ്ട്, എനിക്ക് ഇന്നലെ 1-2 പേര് മെസ്സേജ് അയച്ചു, സർ ഞാൻ ChatGPT-യോട് ചോദിച്ച സമയത്ത് ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ തന്നു. ഓക്കെ, ഐ വുഡ് സേ നിങ്ങൾ എന്താ പറയാ, പ്രിസീനെ ബേസ് ചെയ്തുള്ള എന്തെങ്കിലുമൊക്കെ ബേസിസ് അനാലിസിസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ChatGPT, പക്ഷെ ChatGPT-യോട് നിങ്ങൾ ചോദിക്കണം എന്തൊക്കെ ടാസ്ക് വരാം. ഇപ്പൊ ഞാൻ ഈ പ്രിപ്പയർ ചെയ്ത കോണ്ടന്റ് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ബേസ് ചെയ്തൊരു ടാസ്ക് തരും, ദയവ് ചെയ്ത് ആ രീതിയിൽ നിങ്ങൾ എന്താ പറയാ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഒരു ടാസ്ക് പ്രിപ്പയർ ചെയ്ത് പഠിക്കരുത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ഓഫ് നൗ നിങ്ങൾ ഇത് പ്രിസീൻ നല്ല രീതിയിൽ പഠിച്ച് പ്രിസീനിലുള്ള കോണ്ടന്റ് എന്തൊക്കെയാണ് എന്ന് വ്യക്തമായൊരു നോളജ് ആക്കി ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ടാസ്ക് ചെയ്ത്. അപ്പൊ ഈ രീതിയിൽ കുറച്ച് ടാസ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മോക്കൊക്കെ നിങ്ങൾ സെൽഫൊക്കെ ആയിട്ട് ചെയ്ത് പഠിച്ചിട്ട് എക്സാമിന് പോവാന്ന് വിചാരിച്ചു. എക്സാമിന് തന്നിരിക്കുന്ന ഒരു സിനാരിയോ കാണുമ്പോൾ ഒരു സിനാരിയോ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനാരിയോ എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യമാണ് എക്സാമിന് തന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രിസീനിൽ തന്ന കോണ്ടന്റും ഇത് അല്ലെങ്കിൽ ഇതിനോട് സിമിലർ കോണ്ടന്റ് ഞാൻ എവിടെയോ വായിച്ചതാണല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ChatGPT നിങ്ങൾക്ക് തന്ന അല്ലെങ്കിൽ ജെമിനായി നിങ്ങൾക്ക് തന്ന ആ ടാസ്കിലെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അത് എഴുതി വെച്ചാൽ അല്ലെ, അത് എക്സാമിനർ അറിയാത്തൊരു കാര്യമാണ്. അങ്ങനെ മെസ്ഡപ്പ് ആവാൻ സാധ്യത വളരെ വളരെ ഹയർ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിരിക്കണം, ഞാൻ പ്രിസീനിലുള്ള കോണ്ടന്റ് എന്താണ് എന്നുള്ളത് എനിക്ക് നല്ല വൃത്തിക്കും വെടിപ്പായിട്ടും അറിയാം. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ യൂസ് ഓൾ ദിസ് ടെക്, ഒരു കുഴപ്പമില്ല. അതല്ലാതെ നിങ്ങൾ കേട്ടോ, അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം മനസ്സിൽ വെക്കുക. എക്സാം ഡേയിൽ എക്സാമിന് നമുക്ക് എന്തായാലും വീണ്ടും പ്രിസീൻ അവിടെ അവൈലബിൾ ആയിരിക്കും. ഈ ഷീറ്റ് അല്ല, 37 പേജിൽ ഈ ഷീറ്റ് അല്ല, 11 പേജിൽ എക്സാമിന് റിലീസ് ചെയ്ത പ്രിസീൻ വീണ്ടും എക്സാമിന് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ 11 പേജിലേക്ക് വീണ്ടും റെഫർ ചെയ്യാൻ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. പ്രിസീനിലെ ഓരോ കാര്യങ്ങളും, ഓരോ പേജ് ഇത് എവിടെയായിരുന്നു, KPIs-നെ പറ്റി പറഞ്ഞത് എവിടെയായിരുന്നു, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റി എവിടെയായിരുന്നു എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലേക്ക് വരണം. അല്ലെങ്കിൽ പ്രിസീന്റെ കോണ്ടന്റ് നമ്മൾ വായിക്കുന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ട് നമ്മൾ നടത്തിയ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അതല്ലാതെ ഈ പ്രിസീനെ ബേസ് ചെയ്ത് എന്തൊക്കെ ടാസ്ക് വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എത്രയൊക്കെ SBL റിലേറ്റഡ് ആയിട്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാലും ഒബ്വിയസ്ലി ഒരു AI ആണ് അല്ലെ, ദാറ്റ് കുഡ് മേക്ക് മിസ്റ്റേക്സ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് റിലേ ചെയ്ത്, കുറച്ചൊക്കെ നിങ്ങൾ റിലേ ചെയ്തോ, വേണ്ടെന്ന് പറയുന്നില്ല, കാരണം ഇനി 10 ദിവസം എക്സാമിനുണ്ട്, വേറെ എന്ത് ചെയ്യാനാ. പക്ഷെ അപ്പൊ നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ എൻഷുർ ചെയ്യേണ്ടത്, പ്രിസീൻ എന്തൊക്കെ കോണ്ടന്റ് ആണ് പ്രിസീനിലുള്ളത് എന്നത് വൃത്തിക്ക് പഠിച്ചു പോവാം. ഓക്കെ, എന്റെ റീസൺ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ, എന്താണ് പറഞ്ഞെന്നുള്ളത് മനസ്സിലായില്ലേ. ഇപ്പൊ കോണ്ടന്റ് പ്രൊഡക്ഷനെ പറ്റിയിട്ട് നമ്മൾ ഇവിടെ ഒരു പാരഗ്രാഫ് ഇപ്പൊ 22-ാമത്തെ പേജിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോണ്ടന്റ് പ്രൊഡക്ഷനിൽ ഉള്ളതിന്റെ കുറച്ചും കൂടെ വേറെ അഡീഷണൽ സ്റ്റോറിയും കൂടെ കുക്കപ്പ് ചെയ്തിട്ടായിരിക്കും ChatGPT മോക്ക് എക്സാം ആയിട്ട് തരിക. അപ്പോ ആ കോണ്ടന്റും പ്രിസീൻ കോണ്ടന്റും തമ്മിൽ മെസ്ഡപ്പ് ആവരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതൊന്നും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ സർ, ഇതിന്റെ ആൻസേഴ്സ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. ഏതിന്റെ ആൻസേഴ്സ് ആണ് സിദ്ധാർത്ഥ, മനസ്സിലായില്ല?
ഏത് ഈ പറഞ്ഞ ടാസ്കിന്റെ കാര്യങ്ങളാണോ? എടാ ഇത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ പറഞ്ഞ അക്യൂസിഷൻ വിത്ത് അനദർ പബ്ലിഷർ, റിസ്ക് ആൻഡ് മിറ്റിഗേഷൻ ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞു, സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ് പറഞ്ഞു, ESG പൊസിഷനിങ് ആൻഡ് സസ്റ്റൈനബിൾ പറഞ്ഞു. എത്തിക്കൽ ഡിലേമോ സിനാരിയോസ് എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ എന്ത് സിനാരിയോ ആണ് വരിക എന്നുള്ളത്. ഇറ്റ് കുഡ് ബി എനിത്തിങ്. അത് ടാസ്ക് കണ്ടാലല്ലേ അറിയുള്ളൂ. ലോസ് ഓഫ് കീ ഓതേഴ്സ് ഓർ സ്റ്റാഫ്, കോമ്പറ്റീറ്റേഴ്സിന്റെ അടുത്തേക്ക് പോയി അങ്ങനെ ഒരു സിനാരിയോ ആയിരിക്കാൻ വരും. അപ്പൊ ആ സിനാരിയോ കൊണ്ടുണ്ടാവുന്ന കോൺസിക്വൻസസ് ഒക്കെ നമുക്ക് ടാസ്കിലല്ലേ മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ലേ? ആ യെസ്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാമല്ലോ. പിന്നെ വേറെ ടൈപ്പിംഗ് മിസ്റ്റേക്സ് വന്നാൽ മാർക്കിനെ ബാധിക്കും? നോ. ടൈപ്പിംഗ് മിസ്റ്റേക്സോ ഗ്രാമർ മിസ്റ്റേക്സോ ഒന്നും നമ്മുടെ മാർക്സിനെ ബാധിക്കില്ല. ഓക്കെ, ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളിപ്പോ മിറ്റിഗേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ളത് എഴുതിയപ്പോ നിങ്ങളിത് സ്പീഡിൽ ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിറ്റിഗേറ്റിംഗ് എന്ന് വായിക്കുമോ? ഇല്ല. ഇങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അത് മാർക്കിനെ ബാധിക്കും. അതല്ലാതെ ഇത് വായിക്കുമ്പോൾ എക്സാമിനർക്ക് അറിയാം, ഓക്കെ ഇത് സ്റ്റുഡന്റ് ഉദ്ദേശിച്ചത് മിറ്റിഗേറ്റിംഗ് എന്നുള്ളതാണ്, ഇതിന് മാർക്സ് പോവില്ല. പക്ഷെ മറ്റത് എക്സാമിനർക്ക് മനസ്സിലാവില്ല ഇയാൾ എന്താണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതാണ് ഡിഫറൻസ്. എക്സാമിനർക്ക് ഇത് ഈ സ്റ്റുഡന്റ് എഴുതിയത് ഇന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ ഇറ്റ്സ് ടോട്ടലി ഫൈൻ. കാരണം ഈ സ്കിൽ ലെവൽ പേപ്പേഴ്സ് പോലെയല്ല നമ്മുടെ പേപ്പേഴ്സ് നോക്കുന്നത് ഹ്യൂമൻസ് ആണ്. അല്ല, അല്ല നമ്മുടെ പേപ്പേഴ്സ് നോക്കുന്ന, കമ്പ്യൂട്ടേഴ്സ് അല്ല നമ്മുടെ പേപ്പേഴ്സ് നോക്കുന്നത്. കാരണം ഓരോരുത്തർ എഴുതിയ സിനാരിയോ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ സിദ്ധാർത്ഥ് എഴുതിയൊരു പോയിന്റേ ആയിരിക്കില്ല അടുത്ത ആൾ എഴുതുന്നുണ്ടാവും, പക്ഷെ രണ്ടും ശരിയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് എന്തും എഴുതാം, ലോജിക്കൽ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും എഴുതാം, അത് കംപ്ലീറ്റ്ലി ഒരു ഹ്യൂമൻ ആയിരിക്കും ഇപ്പുറം നിന്ന് വായിക്കുന്നുണ്ടാവുക. മേക്ക് തിങ്സ് ഈസി ഫോർ ഹിം, അതാ എനിക്ക് പറയാനുള്ളത്. മേക്ക് തിങ്സ് ഈസി ഫോർ ഹിം. വെറുതെ വലിച്ചു വാരി ഒരുപാട് എഴുതി കൂട്ടാതെ, അല്ലെ, സ്പെസിഫിക് ടു പോയിന്റ് എന്ന് വെച്ചാൽ ബുള്ളറ്റ് പോയിന്റ് എന്നുള്ളതല്ല, മിനിമൽ പാരഗ്രാഫ് ആയിട്ട് ഓരോ പോയിന്റ് എഴുതുമ്പോഴും അതിന്റെ കോൺസിക്വൻസ് എന്താണ്, അല്ലെ. ഒരു പോയിന്റ് നിങ്ങൾ എഴുതി, ഓക്കെ, അത് കാരണമുള്ള കാര്യം എന്താ, റവന്യൂ കൂടി, ഓക്കെ, എന്ത്, ഹൗ, എങ്ങനെയാണ് റവന്യൂ കൂടിയത്, അല്ലെങ്കിൽ റവന്യൂ ഇപ്പൊ സ്റ്റാഗ്നന്റ് ആണ്, വാട്ട് ഇസ് ദ റീസൺ. ഓക്കെ, ആ ഇമ്പാക്ട് ആൻഡ് കോൺസിക്വൻസ് ആയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇന്റേണൽ കൺട്രോൾ ഇഷ്യൂസ് ഒരു പ്യുവർലി ന്യൂ സിനാരിയോ ആയിട്ട് ചോദിക്കാം. ഇന്റേണൽ കൺട്രോൾ സിനാരിയോസ്, ഡേറ്റ അനലിറ്റിക്സ്, അല്ലെ, പുതിയൊരു സിസ്റ്റം നമ്മളിപ്പോ സം ഡാറ്റ അനലിറ്റിക്സിലാണ് റിലേ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് സംതിങ് ചോദിക്കാം. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നമ്മൾ പറഞ്ഞു, ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് പറഞ്ഞു, KPI കമ്പാരിസൺ. ആസ് ഓഫ് നൗ ഇത്രയും കാര്യങ്ങളെ നമുക്ക് പ്രത്യേകിച്ച് ഈ പ്രസീനെ ബേസ് ചെയ്ത് പറയാനുള്ളൂ. ഇത് മാത്രം നിങ്ങൾ റിലേ ചെയ്തൊന്നും ഇരിക്കുന്നത്, നമുക്കിപ്പോ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു ബെസ്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ ഗൈസ് ഈ രീതിയിൽ നല്ല രീതിയിൽ ഇപ്പൊ ഈ ഒരു ഡോക്യുമെന്റിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. യു ക്യാൻ ഗോ ഫോർ അറ്റൻഡിങ് മോക്ക് എക്സാം ആസ് വെൽ. മോക്ക് എക്സാം ഞാൻ പറയുകയാണെങ്കിൽ NC-TEC എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ ടെക് ബേസ്ഡ് ആയത് ഞാൻ പറഞ്ഞ ഇത് ശരിക്കും ഏത് ക്വസ്റ്റ്യൻ ആണ് സാർ ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ഇതൊരു പ്രോഡക്റ്റ് ആയിരുന്നു, ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു സർവീസ് ആണ്, ആസ് ഓഫ് നൗ ഇതൊരു പ്രോഡക്റ്റ് പ്ലസ് സർവീസ് ആണ് എന്നൊരു സംഗതി, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സ്പെസിഫിക് ഇന്ന ക്വസ്റ്റ്യൻ ചെയ്യൂ എന്ന രീതിയിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. എങ്കിലും കുറച്ച് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു NC-TEC എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. അല്ലെങ്കിൽ എന്താ പറയാ, അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഒപ്റ്റിമ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ഒപ്റ്റിമ എന്നുള്ളത്. അല്ല, ജിമ്മാണ്. ജിം എന്ന് പറയുമ്പോൾ ഒരു സർവീസ് ഇൻഡസ്ട്രി എന്താ കാര്യങ്ങൾ നടക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് ജനറിക് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഒരു ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചെയ്യാം, നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റുന്നുണ്ടെന്നുള്ളതൊക്കെ നോക്കുക. ഓക്കെ, ടൈം മാനേജ്മെന്റ് ഒക്കെയാണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ അതും കൂടെ ഒന്ന് പെട്ടെന്ന് പറയാണ്. നമുക്ക് 3 hour 15 minute ആണല്ലോ സമയം. 3 hour 15 minute ആണ് ടൈമെങ്കിൽ ഇനീഷ്യൽ 15 minutes ഷുഡ് ബി യൂസ് ഫോർ എന്തായിരുന്നു നമ്മൾ പഠിച്ച ആദ്യത്തെ 15 മിനിറ്റിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. വൺ ഇസ് ഡു ദ എക്സിബിറ്റ് മാപ്പിംഗ്. എക്സിബിറ്റ് മാപ്പിംഗ് എന്താന്നുള്ളത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും പറഞ്ഞതാണ്. എന്താ എക്സിബിറ്റ് മാപ്പിംഗ്? എക്സാമിന് അഡീഷണലി തരുന്ന 3 ടാസ്ക് ഉണ്ടാവും. ഓക്കെ, ഈ 3 ടാസ്കും ഏതൊക്കെ എക്സിബിറ്റിൽ നിന്നാണ് കോണ്ടന്റ്സ് കൊണ്ടുവരാനുള്ളത്. ഫസ്റ്റ് ടാസ്ക് ചിലപ്പോൾ പ്രസീനിൽ നിന്നായിരിക്കും. അപ്പൊ ടാസ്ക് നമ്പർ 1 ഇത് പ്രസീനെ ബേസ് ചെയ്തിട്ടാണ്, അപ്പൊ പ്രസീനിൽ നിന്നാണ് കോണ്ടന്റ് എടുക്കേണ്ടത്. ടാസ്ക് നമ്പർ 2 ഇത് എക്സിബിറ്റ് നമ്പർ, അതായത് എക്സാമിന് വീണ്ടും അഡീഷണൽ 3 എക്സിബിറ്റ് ഉണ്ടല്ലോ. എക്സിബിറ്റ് നമ്പർ 1-ൽ നിന്നും 2-ൽ നിന്നുമാണ് കോണ്ടന്റ് എടുക്കേണ്ടത്. ടാസ്ക് നമ്പർ 3 എക്സിബിറ്റ് നമ്പർ 3-ൽ നിന്നാണ് കോണ്ടന്റ് എടുക്കേണ്ടത്. ഇതിനാണ് എക്സിബിറ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ട വെരി ഫസ്റ്റ് പ്രോസസ്. ഓക്കെ, സെക്കൻഡ് പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റിലെ എക്സിബിറ്റ് മാപ്പിംഗ് നമ്മളിപ്പോ പഠിച്ച് നിങ്ങളിപ്പോ ചെയ്ത് ശീലിച്ചത് കൊണ്ട്
ഹാർഡ്ലി 5 to 7 minutes എടുക്കാൻ പാടുള്ളൂ എക്സിബിറ്റ് മാപ്പിംഗ് മാക്സിമം. ഓക്കെ. സെക്കൻഡ് വൺ, നിങ്ങൾ ആ ടൈം ഒന്ന് മാപ്പ് ചെയ്യുക. എന്താണ് ഈ ടൈം മാപ്പ് ചെയ്യാന്ന് പറയുന്നത്? ടൈം മാപ്പ് ചെയ്യാൻ പറയുന്നത് ടാസ്ക് നമ്പർ 1 എന്നുള്ളത് ചിലപ്പോൾ 30 മാർക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 40 മാർക്സ് ആയിരിക്കാം, നമുക്കറിയില്ല. എസ് ബിയിൽ ഒരു സ്പെസിഫിക് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. ടാസ്ക് 1 30 മാർക്ക്, ടാസ്ക് 2 20 മാർക്ക്, അങ്ങനെ അല്ലെ, അങ്ങനെ ഒരു സ്പെസിഫിക് ഫോർമാറ്റ് ഇല്ല. അത് എങ്ങനെ വേണമെങ്കിലും 35 മാർക്ക് ആവാം, 36 മാർക്ക് ആവാം. അപ്പൊ ഇൻക്ലൂഡിങ് പ്രൊഫഷണൽ മാർക്ക് എടുക്കുക. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ടാസ്ക് നമ്പർ 1 40 മാർക്സ് ആണ്, ഇൻക്ലൂഡിങ് പ്രൊഫഷണൽ മാർക്സ് 40 മാർക്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? 40 ഇൻറ്റു 1.8 എത്ര കിട്ടി? 40 ഇൻറ്റു 1.8 എത്ര കിട്ടി? എത്ര കിട്ടി? അല്ലേ, 72. ഓക്കെ. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ എക്സാം ടൈം മുതൽ ആദ്യത്തെ അല്ലെ 15 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ടാസ്ക് 1 കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ 72 മിനിറ്റ്സ് എടുക്കാൻ പാടുള്ളൂ. 2 മണിക്കാണ് എക്സാം തുടങ്ങിയതെങ്കിൽ അല്ലെ, എപ്പോഴാ 3:12 വരെ, 3:10 വരെ എടുക്കാൻ പാടുള്ളൂ എന്ന രീതിയിൽ കൃത്യം മാപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് 1 മിനിറ്റ് അവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യരുത്. ദെൻ ടാസ്ക് 2 20 മാർക്സ് ആണ്. ഓക്കെ, അപ്പൊ 36 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. 20 ഇൻറ്റു 1.8 36 മിനിറ്റ്സ്. ഓക്കെ. ദെൻ ടാസ്ക് 3, 3 ടാസ്ക് അല്ലേ ഉള്ളൂ. ടാസ്ക് നമ്പർ 3ക്ക് ഇത്ര മിനിറ്റ്സ് എന്ന രീതിയിൽ 40 മാർക്സ്, വീണ്ടും 72 മിനിറ്റ്സ്. അപ്പൊ ഈ രീതിയിൽ മാപ്പിംഗ് നടത്തുക. ഇതിൽ എയും ബി ഒക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇതും എക്സിബിറ്റ് മാപ്പിംഗും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പോലും 15 മിനിറ്റിൽ 5 മിനിറ്റ് ഒക്കെ ബാക്കിയുണ്ടാവും. 15 മിനിറ്റ് ആവശ്യമില്ല, ഇത് ചെയ്യാൻ 15 മിനിറ്റ് ആവശ്യമില്ലല്ലോ. ഇതിപ്പോ ഹാർഡ്ലി 2 മിനിറ്റ് കൊണ്ട് ഈ ടൈം മാപ്പിംഗ് മൊത്തം നടത്തിയത്. ഓക്കെ. അപ്പൊ ബാക്കി 5 മിനിറ്റ്സ് ഒക്കെ ഒരു റിസർവ് ടൈം ആയിട്ട് കീപ്പ് അപ്പ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഈ രീതിയിലുള്ള ഇനീഷ്യൽ 15 മിനിറ്റ്സിൽ നിങ്ങൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ്സ് റിസർവ് ആക്കി എടുത്തു. 10 മിനിറ്റ് കൊണ്ട് ഇതെന്തായാലും ചെയ്തു വെക്കാൻ പഠിക്കുക. എക്സിബിറ്റ് മാപ്പിങ്ങും ടാസ്കുകളെല്ലാം വായിച്ച് എക്സിബിറ്റ് മാപ്പിങ്ങും എക്സിബിറ്റ് 1 2 3 ഒന്ന് സ്കാൻ ചെയ്ത് റീഡ് ചെയ്യേണ്ട, സ്കിം ചെയ്ത് റീഡ് ചെയ്യാം. ഓടിച്ചൊന്ന് വായിച്ചത് നമ്മൾ പ്രാക്ടീസ് ചെയ്താണിത്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എക്സാമിലേക്ക് ചെയ്യേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് വി ഹാവ് ഓൾറെഡി ഡൺ എ ഡീറ്റെയിൽ വീഡിയോ ഓൺ ഹൗ ടു അച്ചീവ് പ്രൊഫഷണൽ മാർക്സ്. 5 ടൈപ്പ് ഓഫ് പ്രൊഫഷണൽ സ്കിൽ മാർക്സ് ആണ് എക്സാമിന് ടെസ്റ്റ് ചെയ്യുന്നത്. ഓരോന്നും എന്ത് ചെയ്ത് നേടണം എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞതായിരുന്നു. ഇവാലുവേഷൻ ആണെങ്കിൽ വി ഹാവ് ടു ടോക്ക് അബൌട്ട് പ്രോസ് ആൻഡ് കോൺസ്. സ്കെപ്റ്റിസിസം ആണെങ്കിൽ ക്വസ്റ്റ്യനിങ് മൈൻഡ്. കൊമേഴ്ഷ്യൽ അക്യുമൻ ആണെങ്കിൽ അല്ലെ പ്രോഫിറ്റബിലിറ്റി, സസ്റ്റൈനബിലിറ്റിയെ പറ്റിയൊക്കെ സംസാരിക്കുക. ഒരു ബിസിനസ് അക്യുമൻ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഗോ ലോജിക്കൽ എന്നുള്ളതാണ്. പിന്നെ അനാലിസിസ് ആണെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ദ നമ്പേഴ്സ്. NPV അനാലിസിസ്. NPV പോസിറ്റീവ് ആണ്, അതുകൊണ്ട് പ്രൊജക്റ്റ് ആയിട്ട് മുന്നോട്ട് പോവാം. അല്ലെ, അനാലിസിസ് ആണ് അവിടെ പറയുന്നത്. ബ്രിങ് ദ റീസൺ ബിഹൈൻഡ് ദ നമ്പേഴ്സ് ഗിവൺ. നമ്പേഴ്സ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കോൺസിക്വൻസസ് സംസാരിക്കുക. ഓക്കെ, ഓർക്കുന്നില്ലേ? വേറെ എന്തായിരുന്നു, ഏതൊക്കെ നമ്മൾ പറഞ്ഞ? ഓക്കെ, ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഫ്രാഞ്ചൈസിങ്ങിന് മാഗസിൻ ഇൻഡസ്ട്രിയിൽ ചാൻസ് ഉണ്ടോ? കറന്റ്ലി ഡാർലാൻഡിന്റെ ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് ഫ്രാഞ്ചൈസിങ് ക്വസ്റ്റ്യന് സാധ്യത ഒന്നുമില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർലാൻഡിന്റെ വെളിയിലേക്ക് നമ്മുടെ റെപ്യൂട്ടേഷൻ അത്രയും ഒന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ മെർസ എന്ന ബ്രാൻഡിന് അവിടെ വാല്യൂ ഉണ്ടാവുള്ളൂ. ഡാർലാൻഡിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ മറ്റൊരു പാർട്ടിക്ക് ഫ്രാഞ്ചൈസ് കൊടുക്കുന്ന കാര്യം എന്താ? നമ്മൾ ഓൾറെഡി സെർവ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് അല്ലേ. അപ്പൊ ഫ്രാഞ്ചൈസിങ്ങിന് സാധ്യത കുറവാണ്. ഓക്കെ. പ്രസ് റിലീസിന്റെ ഫോർമാറ്റ് ഒന്നും കൂടെ കാണിക്കാവോ? പ്രസ് റിലീസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റ് ആണ്. അതായത് പ്രസ് റിലീസ് ഒരു ഹെഡിങ് കൊടുക്കാം. എന്തായിരുന്നു പ്രസ് റിലീസ്? ഒരു പർട്ടിക്കുലർ ഇഷ്യൂ നടക്കുന്ന സമയത്ത് നമ്മൾ മീഡിയാസിനോട് ഇഷ്യൂ ചെയ്യുന്ന ഒരു സംഗതിയാണ് പ്രസ് റിലീസ്. അല്ലെ, മീഡിയാസിനൊക്കെ വിളിച്ചിരുത്തി നമ്മൾ പറയാണ്. ഓക്കെ, പ്രസ് റിലീസ് എന്ന് പറയാ. എന്നിട്ട് ഫോർ ഇമ്മീഡിയറ്റ് റിലീസ് എന്ന് പറയാം. പ്രസ് റിലീസ് എന്നൊരു ഹെഡിങ് എഴുതുക. ഫോർ ഇമ്മീഡിയറ്റ് റിലീസ്, ഇപ്പൊ തന്നെ മീഡിയാസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു 3 പാരഗ്രാഫ് മാക്സിമം. 1 2 then 3, 3 പാരഗ്രാഫ്. ഇതാണ് ഫോർമാറ്റ്. ആൻഡ് ഏറ്റവും ലാസ്റ്റ്, ഫോർ എനി ക്വറീസ് കോണ്ടാക്ട് അവർ PR ഡിപ്പാർട്ട്മെന്റ്. അല്ലെ, ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങളല്ല. ഇപ്പം ഇവിടെ ഫോർ എനി ക്വറീസ്, ഇപ്പൊ മിക്കവാറും പ്രസ് റിലീസിന്റെ ഒരു ക്വസ്റ്റ്യൻ സിനാരിയോ കുക്ക് ചെയ്യാനാണെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റ് നമ്മുടെ ഒരു മാക്സിൽ വന്നു.
വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം നമ്മുടെ മാഗസിനിൽ വന്നു. അപ്പൊ അത് ഒരു ഹ്യൂമൻ എറർ കൊണ്ട് സംഭവിച്ചാണ്. അപ്പൊ അതിനൊരു ഒരു പബ്ലിക് ആയിട്ട് ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു റിലീസാണ്. മീഡിയാസിനോടൊക്കെ പറയാണ് നമ്മൾ, അല്ലെ, വി ഹാവ് ഓൾവേസ് കൺസിഡേർഡ് പബ്ലിക് സെന്റിമെന്റ്സ് ഓവർ പാസ്റ്റ് 60 years എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അധികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കഴിഞ്ഞ 60 വർഷമായിട്ട് നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെ, നമ്മുടെ മിഷൻ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതൊക്കെ എഴുതാം. ഹവർ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു, ദിസ് ഇസ് ബൈ ചാൻസ് ഒരു ഹ്യൂമൻ എറർ ആണ്, ഫാക്ച്വൽ എറേഴ്സ് ആണ്, മുന്നോട്ട് ഇങ്ങനെയൊന്നും പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ എന്താ പറയാ, നമ്മുടെ ആ ഒരു നമ്മളത് അക്സെപ്റ്റ് ചെയ്യാം, മിസ്റ്റേക്ക് സംഭവിച്ചതാണെന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതാണ് ഒരു കോണ്ടന്റ്, അതാണ് വരേണ്ടത്. ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യുക, ഫോർ എനി കൺസേൺസ് ഓർ ഫർദർ ക്വറീസ്, ഈ കേസിൽ കൺസേൺ ആണല്ലോ പറഞ്ഞത്, ഫോർ എനി കൺസേൺസ്, ഫോർ എനി ഫർദർ കൺസേൺസ് കോൺടാക്ട് അവർ PR ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ കോൺടാക്ട് അവർ മീഡിയ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയാം, പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് പ്രസ് റിലീസിന്റെ ഫോർമാറ്റ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുന്നുണ്ട്, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുന്നത്. ഹൗ മച്ച് മാർക്സ് വിൽ ബി ലോസ് ഫോർ നോട്ട് യൂസിംഗ് മോഡൽ വെൻ ആസ്ക്ഡ് ടു യൂസ് മോഡൽ ഇൻ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യനിൽ എക്സാമിനർ മോഡൽ സ്പെസിഫിക് ആയിട്ട് ചോദിച്ച ചില ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്. ഡൂൾസ് ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് ടാസ്ക് നമ്പർ 3 വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോൾഡ്രിഡ്ജ് പെർഫോമൻസ് എക്സലൻസ് മോഡൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് നിങ്ങൾ അത് പഠിച്ചിട്ടില്ല, ചാപ്റ്റർ നമ്പർ 3 ഏറ്റവും അവസാനത്തെ സ്ലൈഡ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ അപ്പോഴും നിങ്ങൾ ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കാണിച്ചു കഴിഞ്ഞാൽ, ആ ക്വസ്റ്റ്യനിൽ തന്നെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കാണിച്ചാൽ 7 പോയിന്റ്സിൽ 5 പോയിന്റ്സ് ആക്ച്വലി ഗിവൺ ആണ്, ക്വസ്റ്റ്യനിൽ തന്നെ ഗിവൺ ആയിരുന്നു. അപ്പൊ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, 5 പോയിന്റ്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നഷ്ടപ്പെടാനുള്ള മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 4 to 8 മാർക്സ് ആണ്. അത് ഡിപ്പെൻസ് ഓൺ ദ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്ന സമയത്ത്, ഡൂൾസിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് തന്നെ ടാസ്ക് നമ്പർ 2 ഒരു അപ്രോപ്രിയേറ്റ് റിസ്ക് മാനേജ്മെന്റ് ഫ്രെയിംവർക്കിനെ പറ്റി സംസാരിക്കാൻ പറഞ്ഞു. അവിടെ നമുക്കൊരു മോഡൽ അപ്ലൈ ചെയ്യണം. താര എന്ന കാര്യം സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന 4 മാർക്സ് ആണ്. അപ്പം അതാ ഞാൻ പറഞ്ഞ, മോഡൽസ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മാക്സിമം നഷ്ടപ്പെട്ടേക്കാവുന്ന മാർക്സ് വിൽ ബി അണ്ടർ 10. അപ്പൊ നമ്മൾ അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ക്വസ്റ്റ്യൻ ടോട്ടലി സ്കിപ്പ് ചെയ്യാതെ നമ്മൾ ആ ഫൈറ്റ് ചെയ്യാനുള്ള മെന്റാലിറ്റി കാണിക്കുക. എന്റെ ബിസിനസ്സാണ്, നിങ്ങളുടെ ബിസിനസ്സാണ് മത്സ്യ കമ്പനി, ഇങ്ങനെ ഒരു വിഷയം നടക്കുകയാണ് എങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മോഡൽസ് ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും യു ക്യാൻ ഡെഫിനറ്റ്ലി ബ്രിങ് ഔട്ട് എ സൊല്യൂഷൻ ദെയർ. അത് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനിലും എവിഡന്റ് ആണ്. ഏത് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അത് എവിഡന്റ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾ എടുത്തോ. നിങ്ങൾ ഒരു നോട്ട്സിൽ ഒരു സംഗതിയിലേക്കും പ്രത്യേകിച്ച് റെഫർ ചെയ്യാൻ നിന്നിട്ടില്ലെങ്കിലും മാക്സിമം 10 മാർക്സ് നിങ്ങൾക്ക് ലോസ് ചെയ്യുള്ളൂ, മാക്സിമം. പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, 100 മാർക്സിന്റെ ക്വസ്റ്റ്യനിൽ ടാസ്ക് 1, 2, 3 3 ടാസ്കിൽ ഒരു ടാസ്ക് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറെ അങ്ങോട്ട് എഴുതി പിടിപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള ടാസ്കുകൾ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അത് മനസ്സിലാക്കുക, അത് എന്തായാലും അങ്ങനെ ടാസ്ക് ഉണ്ടാവും. അതല്ല അത് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പഠിച്ചത് കൊണ്ടോ നേരിടാൻ പറ്റണമെന്നില്ല. അപ്പൊ മനസ്സിലാക്കുക, എനിക്ക് പാസ്സാവാൻ എനിക്ക് ടാസ്ക് 2 ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്യല്ലെന്നത് സ്കിപ്പ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. ടാസ്ക് നമ്പർ 1ലേക്കും 3ലേക്കും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക, ടാസ്ക് നമ്പർ 2ലേക്ക് എന്റെ അറിവ് വെച്ചിട്ട് ഫൈറ്റ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പ്രസ് റിലീസ് ടാസ്ക് ട്രൈ ചെയ്യാനുള്ള പേപ്പേഴ്സ് ചോദിക്കുകയാണെങ്കിൽ കുറെ മുന്നത്തെ പേപ്പേഴ്സ്, റീസെന്റ് പ്രസ് റിലീസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ വളരെ എവിഡന്റ് ആണ്. കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ടാസ്ക് നമ്പർ 1 റിപ്പോർട്ട്, ടാസ്ക് നമ്പർ 2 ബ്രീഫിംഗ് നോട്ട്, ടാസ്ക് നമ്പർ 3 സ്ലൈഡ്സ്. എപ്പോഴും ഇത് തന്നെയാണ്, റിപ്പോർട്ട്, ബ്രീഫിംഗ് നോട്ട്, സ്ലൈഡ്. ഓക്കെ, ഒരു സെഷനിൽ മാത്രം ഇമെയിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആ രീതിയിൽ ഫോർമാറ്റ് നിങ്ങൾ തറവാക്കുക. Sir, if in case we didn't provide a heading but included the content inside other headings, so will it be considered as a separate point? ഈ ഒരു കാര്യം ഞാൻ മുന്നേ ആൻസർ ചെയ്തതായിട്ടാണ് എൻ്റെ ഓർമ്മ. അതായത് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യും, നമ്മൾ ഒരു കോണ്ടന്റ് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ വളരെ കിടിലായിട്ട് ആ ഒരു പോയിന്റ് എഴുതി, അതേ പോയിന്റ് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ NMSA റെഗുലേഷൻ, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പറയാനാണെങ്കിൽ NMSAയുടെ ഒരു റെഗുലേഷൻ നമ്മൾ ബ്രീച്ച് ചെയ്തു. നമ്മൾ ഫസ്റ്റ് എഴുതിയ പോയിന്റിൽ ഫിനാൻഷ്യൽ ഇമ്പാക്ട് ഓഫ് ദിസ് ബ്രീച്ച് എന്നുള്ളതാണ് നമ്മൾ എഴുതിയത്. എന്താ, കുറെ ഫൈൻ കിട്ടി, പ്രോഫിറ്റബിലിറ്റി എഫക്ട് ചെയ്തു എന്നുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത പോയിന്റിൽ NMSAയുടെ ബ്രീച്ച് കാരണം, ബ്രീച്ചിനെ പറ്റി തന്നെ നമ്മൾ അവിടെയും സംസാരിക്കുന്നത്, പക്ഷെ അവിടെ ഞാൻ എഴുതുന്നത് റെപ്യൂട്ടേഷൻ ഡാമേജ് ഉണ്ടായെന്നുള്ളത്. ഇത് രണ്ടും സെയിം പോയിന്റ് തന്നെയാണ് പറയുമ്പോൾ എഴുതുന്നത്, പക്ഷെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആണ്.
ഒന്നിൽ ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റിനെ പറ്റിയിട്ട് ഒന്നിൽ റെപ്യൂട്ടേഷൻ ഡാമേജിനെ പറ്റിയിട്ടുമാണ് എഴുതുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് 2 പോയിന്റ് തന്നെയാണ്. ഒരു പോയിന്റിന്റെ ഡിഫറൻറ്റ് സെയിം കോണ്ടന്റ് തന്നെ എഴുതി വെച്ചിട്ട് എനിക്ക് മാർക്സ് വേണമെന്ന് അവകാശപ്പെടുന്നതിന് പകരം ആ സെയിം കോണ്ടന്റിന്റെ 2 ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആണെങ്കിൽ വി ഗെറ്റ് മാർക്സ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എഴുതുക എന്ന് വിചാരിച്ച് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, എസ്പെഷ്യലി മോക്ക് എക്സാം ഒക്കെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് കാണുന്നതാണ്. ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ 10 പോയിന്റ് അവിടെ കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ മാപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ 10 പോയിന്റ്സിൽ ആദ്യത്തെ 5-6 പോയിന്റ്സ് വളരെ അടിപൊളിയായിട്ട് എഴുതി, പിന്നത്തെ 4 പോയിന്റ്സ് കൈൻഡ് ഓഫ് വെറുതെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുകയാണ്, വെറുതെ അങ്ങോട്ട് അല്ലെ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എക്സാമിനർ പൊട്ടന്മാരല്ലാന്ന് മനസ്സിലാക്കുക. നമ്മൾ എഴുതിയ അതേ പോയിന്റ് വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുന്നവരുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ അത് എഴുതാതിരിക്കുക, 6 പോയിന്റ്സ് ഇനഫ്. ഒരിക്കലും അങ്ങനെ എഴുതുന്ന പോയിന്റ്സിന് മാർക്സ് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഫസ്റ്റ് പോയിന്റിൽ ഓൾറെഡി എക്സാമിനർ കൃത്യമായിട്ട് നമ്മള് പണ്ടത്തെ നമ്മുടെ കെമിസ്ട്രി ടീച്ചേഴ്സും ഫിസിക്സ് ടീച്ചേഴ്സും ഒക്കെ മാർക്ക് ചെയ്യുന്ന പോലെയല്ല, വി ആർ യൂസിങ് എൻ സോഫ്റ്റ്വെയർ ഹിയർ. ഓക്കെ, എക്സാമിനർ ഒരു മാർക്കിംഗ് സോഫ്റ്റ്വെയറിലാണ്. അപ്പൊ മാർക്കിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെപ്യൂട്ടേഷനെ പറ്റിയിട്ട് എഴുതുന്ന സമയത്ത് ഈ സ്റ്റുഡന്റ് എഴുതിയ കോണ്ടന്റ് ഇതാണ്, പോയിന്റ് ഇതാണെന്നുള്ളത് ഈ ഈ ഒരു കോളത്തിലേക്ക് മാപ്ഡ് ആണ്. ഓക്കെ, അപ്പോ അങ്ങനെ മാപ്പ് ചെയ്ത ഒരു സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇവർക്ക് മനസ്സിലാവും. അതല്ലാതെ പണ്ടത്തെ പോലെ ഇവരുടെ മെമ്മറിയിൽ നിന്നല്ല നമുക്ക് ഡബിൾ മാർക്കിംഗ് ഇട്ട് തരുന്ന ഒരു സിനാരിയോ എന്തായാലും ഉണ്ടാവില്ല. അതുകൊണ്ട് 10ലേക്ക് എത്തിക്കാൻ പറ്റിയില്ല, 6 എഴുതാൻ പറ്റുന്നുള്ളൂ എങ്കിൽ സ്റ്റോപ്പ് അറ്റ് 6 ആൻഡ് പ്രൊസീഡ് ടു നെക്സ്റ്റ് പോയിന്റ്. വെറുതെ സമയം കളഞ്ഞുകൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട, മാർക്സ് എന്തായാലും കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നമ്മുടെ മോക്ക് എക്സാമിന് പോലും കണ്ടൊരു കാര്യമായതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചതേ. ഓക്കെ, സോ നമ്മുടെ ഒരുമാതിരിപ്പെട്ട ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ലെറ്റർ ആൻഡ് ഇമെയിൽ ഫോർമാറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫോർമാറ്റ്സിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു PDF ഷെയർ ചെയ്തുതരാം, ഒന്ന് അതൊന്ന് വായിച്ചോളൂ. ഫോർമാറ്റ്സിന്റെ ഒരു PDF ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, നോ വറീസ്. ഓക്കെ, സോ ഗൈസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. കുറച്ച് നീണ്ടുപോയി, ബട്ട് കുഴപ്പമില്ല, നിങ്ങൾ വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഈ പ്രിസീൻ കോണ്ടന്റ് ഒക്കെ കാര്യമായിട്ട് നോക്കുക. പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിലേക്ക് കയറി. ഇനി നിങ്ങൾ പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് എന്തായാലും ഒരു 2 ക്വസ്റ്റ്യൻ, ഏറ്റവും മിനിമം 2 ക്വസ്റ്റ്യനിലൂടെ വീണ്ടും ഫ്രഷ് ആയിട്ട് കടന്നു പോകുവാനുള്ള സമയം നമുക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. സോ അറ്റ്ലീസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നിങ്ങൾ, എന്താ പറയാ, ഞാൻ ഒരിക്കലും വീണ്ടും നിങ്ങൾ നോട്ട്സിലൂടെ കടന്നു പോകണമെന്ന് ഞാൻ പറയില്ല. കാരണം നോട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് പാസ്സാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നോട്ട്സിൽ പഠിക്കാനുള്ള സമയം കഴിഞ്ഞു. ഇനി നമുക്ക് നോട്ട്സിൽ പഠിച്ചുകൊണ്ടിരിക്കേണ്ട അതിനുള്ള സമയം ഇനിയില്ല. അപ്പൊ അതുകൊണ്ട് ജമ്പ് ഇൻ ടു ക്വസ്റ്റ്യൻ, ജമ്പ് ഇൻ ടു പ്രിസീൻ കോണ്ടന്റ്, ജമ്പ് ഇൻ ടു പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, എന്നിട്ട് ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒരു സ്പെസിഫിക് മോഡൽ ഉപയോഗിച്ചില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് 10 മാർക്ക് വരെ മാക്സിമം ലോസ് ആവുള്ളൂ. അതുകൊണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കുവാൻ വേണ്ടി ഗോ ഫോർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. താങ്ക് യു ഫോർ ജോയിനിങ്. നല്ല രീതിയിൽ പഠിക്കൂ. അടുത്ത ദിവസങ്ങളിൽ ഇനി നമുക്ക് അല്ലെ എത്ര ദിവസം ഉണ്ട്? ഒരു ഫെബ്രുവരിയിൽ ഇനി ഒരു 6 ഡേയ്സും കൂടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, മാർച്ചിൽ ഒരു 2 ഡേയ്സ് കൂടെ അല്ലെ, 8 ദിവസം, ഒരാഴ്ചയും കൂടെ ഉണ്ട്. നന്നായിട്ട് ചെയ്യും, നല്ല രീതിയിൽ ചെയ്യും. പ്രസീനൊക്കെ ചോദിക്കും. ഇനി ഫർദർ നിങ്ങൾ ഡെസ്ക് ഇങ്ങനെ ആലോചിച്ച് വരുന്ന സമയത്ത് എന്താ പറയാ, ടൂ മച്ച് ഓൺ റിസർച്ചും എനിക്ക് നിൽക്കണ്ടെന്ന് പറയാണ്. അതായത് ചിലർ ഇപ്പൊ ഈ പ്രസീൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രസീൻ മാത്രമായിട്ട് അങ്ങ് ഇട്ടിരിക്കും. അതിന്റെ ആവശ്യമില്ല. പ്രസീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 3 ദിവസം കൊണ്ട് പറഞ്ഞു, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. മേ ബി ഒരു 1 or 2 or 3 ഡേയ്സ് വരെ മാക്സിമം നിങ്ങൾക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഡെയിലി 1 അവർ പ്രസീന് കൊടുക്കുക, ഡെയിലി 1 അവർ. ഓക്കെ, അതല്ലാത്ത സമയം മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും കാര്യങ്ങളായിട്ട് ചെയ്യുക. അല്ലാതെ ഫുൾ ടൈം പ്രസീൻ ഇരിക്കുന്നത് വളരെ വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പഠിക്കൂ. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ഗൈസ്. നമുക്ക് തീർച്ചയായിട്ടും പറ്റുവാണെങ്കിൽ ഒരു തവണ കൂടെ കാണാം. ഓക്കെ, ഒരു എക്സാമിന് മുന്നേറ്റ് ഒരു ലാസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഒന്നൊന്ന് ബൂസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ കൂടെ നമുക്ക് എന്തായാലും പ്ലാൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഗൈസ്. സി ഓൾ ഇൻ നെക്സ്റ്റ് ലൈവ് സെഷൻ. മീൻവൈൽ എന്തെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് സർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കണക്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ.